السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم اجعل حبك أحب إلينا من أنفسنا. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. رب زدنا علما نافعا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. സുബ്ഹാനല്ലാഹ്, നമ്മൾ കഴിഞ്ഞ ദിവസം 184 ആണല്ലേ കവർ ചെയ്തത്. ഇന്ന് നമുക്ക് ഇൻഷാല്ലാ 185 ആയത്ത് മാത്രം കാണാം. കുറച്ച് ഒരുപാട് വിശദീകരണമൊന്നുമില്ല, എന്നാലും ഒത്തിരി വലിയ ആയത്തായതുകൊണ്ട് നമുക്കെന്നാൽ അത് മതി ഇൻഷാല്ലാ. അപ്പം 185 ആയത്ത് എന്ന് പറയുന്നത് ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഖുർആനു ഹുദൻ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ فمن شهد منكم الشهر فليصمه ومن كان مريضا أو على سفر فعدة من أيام أخر يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون. ജനങ്ങൾക്ക് മാർഗദർശനമായിക്കൊണ്ടും നേർവഴി കാട്ടുന്നതും സത്യവും അസത്യവും വേർതിരിച്ച് കാണിക്കുന്നതുമായ സുവ്യക്ത തെളിവുകളായിക്കൊണ്ടും വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാകുന്നു റമദാൻ. അതുകൊണ്ട് നിങ്ങളിൽ ആർ ആ മാസത്തിൽ സന്നിഹിതരാണോ അവർ ആ മാസം വ്രതം അനുഷ്ഠിക്കേണ്ടതാണ്. ആരെങ്കിലും രോഗിയാവുകയോ യാത്രയിലാവുകയോ ചെയ്താൽ പകരം അത്രയും എണ്ണം നോമ്പ് എടുക്കേണ്ടതാണ്. നിങ്ങൾക്ക് ആശ്വാസം വരുത്താനാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഞെരുക്കം ഉണ്ടാക്കാൻ അവൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ ആ എണ്ണം പൂർത്തിയാക്കുവാനും നിങ്ങൾക്ക് നേർവഴി കാണിച്ചു തന്നതിന്റെ പേരിൽ അള്ളാഹുവിന്റെ മഹത്വം നിങ്ങൾ പ്രകീർത്തിക്കുവാനും നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കുവാനും വേണ്ടി അത്രേ അതായത് ഇങ്ങനെ കൽപ്പിച്ചിട്ടുള്ളത്. വാക്കർത്ഥം നോക്കാം. ഷഹ്റു റമദാൻ, റമദാൻ മാസം. ഷഹ്ർ ഷീൻ ഹ റ. അല്ലദീ ഉൻസില, ഇറക്കപ്പെട്ട. ഓക്കെ, ഇറക്കപ്പെട്ട മാസം. ഉൻസില നൂൻസായി ലാം. ഫീഹി അതിൽ. അൽ ഖുർആനു ഖുർആൻ ഖാഫ് റ ഹംസ. ഹുദൻ മാർഗദർശനം ഹ ദാൽ യ. ലിന്നാസി മനുഷ്യർക്ക്. വബയ്യിനാത്തിൻ വ്യക്തമായ തെളിവുകളുമായിട്ട്. ഓക്കെ, ബയ്യന ബയാൻ ബ യ നൂൻ. മിനൽ ഹുദ മാർഗദർശനത്തിന്റെ. വൽ ഫുർഖാനി സത്യാസത്യ വിവേചനത്തിന്റെയും. ഫാറ ഖാഫ്. ഫമൻ അതുകൊണ്ട് ആരെങ്കിലും. ഷഹിദ ഹാജരുണ്ടായാൽ. ഷീൻഹ ദാൽ ഷഹാദ എന്ന് വരുന്ന വാക്കാണ്. മിൻകും നിങ്ങളിൽ നിന്നും. മിൻ പ്ലസ് കും ആണത്. അഷ്ഹറ ആ മാസത്തിൽ. ഫൽ യസുംഹു അപ്പോൾ അയാൾ അതിൽ നോമ്പ് നോൽക്കട്ടെ. സ്വാദ് വാവ് മീൻ. വമൻ കാന ആരെങ്കിലും ആയാൽ. മരീദ്വൻ രോഗി. ഔ അല്ലെങ്കിൽ. അലാ സഫരിൻ യാത്രയിൽ. ഫഇദ്ദത്തുൻ അപ്പോൾ എണ്ണം. ഓക്കെ, ഐൻ ദാൽ ദാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ് കണ്ടതാണ്. മിൻ അയ്യാമിൻ ദിവസങ്ങളിൽ നിന്ന്. ഉഖർ മറ്റ്. യുരീദുല്ലാഹു അള്ളാഹു ഉദ്ദേശിക്കുന്നു. റ വാവ് ദാൽ. ബിക്കും നിങ്ങൾക്ക്. അൽ യുസ്ര എളുപ്പം. യാസീൻ റ. വലാ യുരീദു അവൻ ഉദ്ദേശിക്കുന്നില്ല. ബിക്കും നിങ്ങൾക്ക്. അൽ ഉസ്ര പ്രയാസം. ഐൻ സീൻ റ. വലിതുക്മിലു നിങ്ങൾ പൂർത്തിയാക്കുകയും പൂർത്തിയാക്കാനും. കാഫ് മീം ലാം. ഓക്കെ, അൽ ഇദ്ദത എണ്ണം. വലിതുക്കബ്ബിറു നിങ്ങൾ വാഴ്ത്താനും. കാഫ് ബ റ. അല്ലാഹ അല്ലാഹുവിനെ. അലാ മാ ഹദാക്കും അവൻ നിങ്ങൾക്ക് മാർഗദർശനം നൽകിയതിന്. വലഅല്ലക്കും നിങ്ങൾ ആകുവാനും. തഷ്കുറൂൻ നിങ്ങൾ നന്ദി പ്രകാശിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നന്ദി കാണിക്കാൻ വേണ്ടി. ഷീൻ കാഫ് റ ശുക്ർ. ഓക്കെ, തഫ്സീർ നോക്കാം. ഷഹ്റു റമദാൻ അല്ലദി. ഷഹ്ർ ഷീൻ ഹ റ മാസം. ഏത് മാസമാണ്? ജനുവരി ഫെബ്രുവരി മാസങ്ങളെ നമ്മൾ ഷഹർ എന്ന് പറയില്ല അല്ലെ.
ലൂണാർ മന്ത്സ് അല്ലെങ്കിൽ ചന്ദ്രമാസങ്ങളെയാണ് നമ്മൾ ഷഹർ എന്ന് പറയുന്നത്. മുഹറം, സഫർ പോലെയുള്ള മാസങ്ങൾ. ചന്ദ്രമാസങ്ങളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ദിവസങ്ങളല്ല അല്ലെ, 29 അല്ലെങ്കിൽ 30. ഇപ്പൊ ജനുവരി ആണെങ്കിൽ നമുക്കറിയാം 31 അല്ലെ. ഫെബ്രുവരിയിൽ മാത്രമേ ഒരു സംശയമുള്ളൂ, ബാക്കി എല്ലാ മാസങ്ങളിലും കറക്റ്റ് ഡേറ്റ്സ് ആണ്. പക്ഷെ നമ്മള് ചാന്ദ്രമാസങ്ങൾ എന്ന് പറയുന്നത് ഫിക്സഡ് ഡേറ്റ്സ് അല്ല അല്ലെ. റംസാന് 29 ആവാം, 30 ആവാം. കാരണം എന്താന്ന് വെച്ചാൽ അത് ചന്ദ്രനെ കണ്ടുകൊണ്ട് തുടങ്ങുകയും അല്ലെ, ചന്ദ്രനെ എന്താണ് വീണ്ടും പുതിയൊരു ചന്ദ്രനെ കാണുന്ന സമയത്ത് അവസാനിക്കുകയും ചെയ്യുന്ന ഒരു മാസമാണ്. അപ്പം ഷെഹർ എന്ന് പറഞ്ഞാൽ സാങ്കേതിക അർത്ഥത്തിൽ പറഞ്ഞാൽ മാ ബൈനൽ ഹിലാലൈൻ എന്നാണ് പറയുന്നത്. ഓക്കെ, 2 ഹിലാലുകളുടെ ഇടയ്ക്കുള്ള സമയം, അതാണ് ഷെഹർ എന്ന് പറയുന്നത്. ഹിലാൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, ചന്ദ്രക്കല അല്ലെങ്കിൽ ചന്ദ്രപ്പിറവി, മാസപ്പിറവി, അങ്ങനെ പല പല വാക്കുകളും നമ്മൾ പറയും. ക്രെസന്റ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത്. ഓക്കെ, അപ്പം ഒരു ക്രെസന്റ് ആണ് അല്ലെങ്കിൽ ഒരു ചന്ദ്രക്കലയാണ് ഒരു മാസത്തിന്റെ തുടക്കം. അപ്പൊ ആദ്യം നമ്മൾ അത് കാണുമ്പോൾ മാസം തുടങ്ങുന്നു, അത് വലുതായി ഫുള്ളാവുന്നു, മാസം പകുതിയാവുന്നു അല്ലെ. എന്നിട്ട് ആ ഫുള്ളായത് കുറഞ്ഞ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് തീർന്നിട്ട് പിന്നെയും കാണുമ്പോൾ അടുത്ത മാസം തുടങ്ങുന്നു. റമദാന്റെ കാര്യത്തിൽ പിന്നെ നമ്മൾ കാണുമ്പോൾ അവിടെ ഈദ് തുടങ്ങായി അല്ലെ, ഈദിന്റെ മാസം, ഷവ്വാൽ മാസം തുടങ്ങായി. അപ്പൊ ഷഹ്റു റമദാൻ മാസം, അല്ലദീ യാതൊന്നിൽ ഉൻസില ഫീഹിൽ ഖുർആൻ, അതിൽ ഖുർആൻ ഇറക്കപ്പെട്ടു. ഓക്കെ, എന്തുകൊണ്ടാണ് ഇതിപ്പോ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, എന്താണ്, കുത്തിബ അലൈക്കും സിയാം അല്ലെ, നിങ്ങളുടെ മേല് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു, ബാധ്യതയാക്കപ്പെട്ടിരിക്കുന്നു. അപ്പം അതില് നമ്മളടുത്ത് എന്താ പറഞ്ഞത്? ഒരു ജീവിതകാലം മുഴുവൻ അല്ലെങ്കിൽ ഒരു വർഷം മുഴുവൻ നോമ്പെടുക്കാനാണോ? അല്ല, അയ്യാമ മഅദൂദ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, എണ്ണപ്പെട്ട കുറച്ച് ദിവസങ്ങൾ. അപ്പം ഏതൊക്കെയാണ് ആ എണ്ണപ്പെട്ട ദിവസങ്ങള്? ഈ ഒരു മാസം ഷഹ്റു റമദാൻ അല്ലെ, ഈ റമദാനിന്റെ മാസത്തിലാണ് ആ അയ്യാമ മഅദൂദാത്ത് എന്ന് പറയുന്നത്. ഇനി എന്തുകൊണ്ടാണ് റമദാൻ മാസം നോമ്പെടുക്കാൻ പറയുന്നത്? എന്തുകൊണ്ടാണ് ഈ റമദാൻ മുഴുവനും നോമ്പെടുക്കാൻ പറയുന്നത്? ഇത് അത്രയും വിശേഷപ്പെട്ട ഒരു മാസമാണ് അല്ലെ, അങ്ങേയറ്റം എക്സലന്റ് ആയിട്ടുള്ള ഒരുപാട് എന്താണ് പുണ്യങ്ങളുള്ള ഒരു മാസമാണ്. എങ്ങനെയാണ് റമദാൻ പുണ്യങ്ങളുള്ള മാസം ആവുന്നത്? കാരണം ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ് അല്ലെ. നമ്മൾ വിചാരിക്കും എന്തായാലും ഖുർആൻ ഇറങ്ങാൻ അത് റമദാനിൽ ഇറങ്ങുകയും ചെയ്തു, അതുകൊണ്ട് ഇപ്പൊ എന്താ എന്നൊരു പക്ഷേ അല്ലെ, ഒരു സ്ലൈറ്റ് ആയിട്ട് എവിടെയെങ്കിലും ഒരു ചിന്ത വന്നിട്ടുണ്ടാവും. എങ്ങനെയാണ് ഈ പ്രകാരം റമദാൻ സ്പെഷ്യൽ ആവുന്നത്? അപ്പൊ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അല്ലെ, നമുക്ക് ഓരോരുത്തർക്കും നമ്മളുടെ ഒരു ജന്മദിനമുണ്ട്, നമ്മളൊരു ആഘോഷിക്കുന്നുണ്ടാവില്ലായിരിക്കും, പക്ഷെ എല്ലാവർക്കും അറിയാം അല്ലെ, അത് ഭയങ്കര സ്പെഷ്യലാണ്. ഇന്ന കൊല്ലം ഇന്ന ദിവസമാണ് ഞാൻ ജനിച്ചത്, അല്ലെ എന്റെ മോള് ജനിച്ചത്, എന്റെ മോൻ ജനിച്ചത്, എന്റെ ഉമ്മ ജനിച്ചത് അല്ലെ. അത് എല്ലാവർക്കും അവനവന് വേണ്ടപ്പെട്ടവരുടെ ആ ജന്മവും ജനിക്കുന്ന ആ ദിവസം ഭയങ്കര സന്തോഷമുള്ളതാണ്. അതുപോലെ ആ ഒരു ഡേറ്റും വളരെ പ്രിയപ്പെട്ടതാണ്. എന്തായാലും നമ്മുടെ മനസ്സിൽ ഉണ്ടാവും അല്ലെ, ഓക്കെ ഇന്ന ദിവസമാണ് ജനിച്ചത്, അല്ലെങ്കിൽ നമ്മൾ പറയുമ്പോൾ അതേ ദിവസമായിരുന്നു ഇന്ന സംഭവം നടന്നത് അല്ലെ. അപ്പം അതിന് നമുക്കൊരു സ്പെഷ്യാലിറ്റിയാണ്. ഓക്കെ, ഇനി വേറെ ആരെങ്കിലും ബർത്ത്ഡേ, ഏതോ നാട്ടിൽ ആരുടെയോ ബർത്ത്ഡേ, കാരണം എല്ലാ ദിവസവും നമുക്കറിയാം ആരെങ്കിലും ഒക്കെ ജനിക്കുന്നുണ്ടെന്ന് അല്ലെ. പക്ഷെ വേറെ നമുക്കറിയാത്ത, നമുക്ക് വേണ്ടപ്പെട്ടതല്ലാത്ത ആൾക്കാരുടെ ബർത്ത്ഡേയോ ആ ഒരു ഡേറ്റ് ഒന്നും നമുക്ക് അത്ര വലിയ സ്പെഷ്യൽ ആയിട്ടൊന്നും തോന്നാറില്ല. കാരണം എല്ലാവരും ഒന്നും നമുക്ക് ഇമ്പോർട്ടന്റ് അല്ല. എങ്ങനെയാണ് നമുക്ക് ആൾക്കാർ സ്പെഷ്യൽ ആവുന്നത്, ഇമ്പോർട്ടന്റ് ആവുന്നത്? അത് നമ്മളാവണം, അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവര് ആവണം അല്ലെ. അപ്പൊ ഈ ഖുർആൻ എന്ന് പറയുന്നത് ലോകത്തുള്ള കുറേ ബുക്കുകൾ പോലെ ഇത് സാധാരണ ബുക്കാണോ? അല്ല, അത് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കലാമാണ്. അത് നമുക്ക് ഇമ്പോർട്ടന്റ് അല്ലേ, മനുഷ്യരാശിക്ക് മൊത്തം ഇമ്പോർട്ടന്റ് അല്ലേ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആല ഖുർആൻ ഒരു മാസത്തിൽ ഇറക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മാസം സ്പെഷ്യൽ തന്നെയാണ് അല്ലെ. കാരണം ഖുർആനെ സ്നേഹിക്കുന്നവർക്ക്, ഖുർആൻ ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലാക്കിയവർക്ക് ഈ മാസവും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ശരിക്കും നമുക്ക് അല്ലെ, പോകെ റമദാനിന് ഓരോ വർഷം ചെല്ലുന്തോറും കൂടുതൽ ഇമ്പോർട്ടൻസ് തോന്നാറില്ലേ? നമ്മൾ ഖുർആനെ സ്നേഹിക്കും തോറും സുബ്ഹാനല്ലാഹ് റമദാനിന് കൂടുതൽ ഇമ്പോർട്ടൻസ് തോന്നാറില്ലേ? ഈ ഒരു ബുക്ക് സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ഈ ഒരു ഗ്രന്ഥം, അള്ളാഹു ഇതിനകത്ത് ഓരോ അക്ഷരങ്ങളും ഓതുമ്പോൾ എനിക്ക് പ്രതിഫലം തരും എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതിനോട് ചേർന്ന് നിൽക്കുന്നത് അതിനപ്പുറത്ത് ഇതില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റൂല എന്ന് മനസ്സിലാക്കുമ്പോ അല്ലെ, ഇതില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റൂല, ഒരു നിമിഷം പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂല എന്ന് മനസ്സിലാക്കുമ്പോ
നമുക്ക് അതിനോടുള്ള ഇഷ്ടവും അതിന്റെ പ്രാധാന്യവും കൂടുതൽ മനസ്സിലാക്കുമ്പോൾ ആ റമളാനുള്ള ഇമ്പോർട്ടൻസും അതേപോലെ നമുക്ക് വർഷം ചെല്ലുന്തോറും കൂടുന്നില്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. സുബ്ഹാനല്ലാഹ്. ഇതില്ലാതെ ഖുർആൻ ഇല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ അർത്ഥമില്ലാണ്ടായി പോകുന്നുണ്ട്, ഡയറക്ഷൻ ഇല്ലാണ്ടായി പോകുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുമ്പോൾ, ഖുർആനോടുള്ള ഇഷ്ടവും ഇമ്പോർട്ടൻസ് അത്രയ്ക്കുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, അതിനനുസരിച്ച് നമ്മളുടെ ഓരോ വർഷത്തെ റമദാനും ഇമ്പോർട്ടൻസ് കൂടുന്ന തന്നെ ഉണ്ട് അല്ലെ? പണ്ടൊക്കെയുള്ള നമ്മുടെ റമദാനുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ, പണ്ടൊക്കെ നമ്മളെ റമദാൻ എന്തായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കിയേ. പക്ഷെ ഇപ്പൊ നമുക്ക് ഓരോ റമദാനും നമുക്ക് എക്സൈറ്റ്മെന്റ് ആണ് അല്ലെ? സുബ്ഹാനല്ലാഹ്. മുമ്പ് ഒരു പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആരെങ്കിലും അല്ലെ, ആരെങ്കിലും നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ അവരെ നമ്മളിൽ നിന്ന് അകന്നു, അല്ലെങ്കിൽ അവരേതെങ്കിലും വേറൊരു നാട്ടിലേക്ക് പോവാണ് എന്നൊക്കെ ആലോചിക്കുമ്പോൾ നമ്മൾക്കത് അവർ പോകുന്നത് വരെയും, അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം നടന്നാലും അവര് വിദേശത്തേക്ക് പോയി കഴിഞ്ഞാലും ഒക്കെ നമ്മളെ മനസ്സിൽ ഇങ്ങനെ ഭയങ്കര വിഷമം ഉണ്ടായിരുന്ന ആൾക്കാരാണ് അല്ലെ? പക്ഷെ ഇപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ കാമായിട്ട് എടുത്തിട്ട് അല്ലെ, വളരെ റെസിലിയന്റ് ആയിട്ടോ അതൊക്കെ ജീവിതത്തിൽ ഉൾക്കൊള്ളാനുള്ളതാണെന്ന് മനസ്സിലാക്കിയിട്ട്, എന്നാൽ ഖുർആാനടുത്ത് എനിക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റൂല അല്ലെ? ഖുർആൻ ഇല്ലാതെ മുന്നോട്ട് പോണ കാര്യം എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റൂല എന്ന് ചിന്തിക്കുന്ന, ശരിക്കും പലപ്പോഴും അല്ലെ നമ്മൾ ക്ലാസ്സുകളൊക്കെ ഒരാഴ്ച രണ്ടാഴ്ചത്തെ ബ്രേക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് ആ ഒരു കത്തലും ആ ഒരു പ്രയാസമൊക്കെ നമുക്ക് വരുന്നുണ്ട് അല്ലെ? അപ്പം അങ്ങനെ ഖുർആനോട് നമ്മൾ അറ്റാച്ച്ഡ് ആവുമ്പം ഖുർആൻ നമുക്ക് സ്പെഷ്യൽ ആവുകയാണ് അല്ലെ? സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഖുർആൻ സ്പെഷ്യൽ ആവുമ്പം ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ ഇറങ്ങിയ ആ മാസവും ഭയങ്കര സ്പെഷ്യൽ ആണ് അല്ലെ? സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഈ ഒരു മാസം എന്തിനു വേണ്ടി തെരഞ്ഞെടുത്തത്? നോമ്പെടുക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തത്. ഇനി ഈ മാസം മൊത്തത്തില് ഖുർആൻ അല്ലെ, ഖുർആൻ മൊത്തം ഈ ഒരു മാസത്തിലാണ് ഇറങ്ങിയത് അല്ല, അത് നമുക്കറിയാം. ഖുർആന് 23 വർഷം കൊണ്ടാണ് ഇറങ്ങിയത്. പക്ഷെ ഖുർആന് വഹി സ്റ്റാർട്ട് ചെയ്തത് ഈ ഒരു മാസമാണ്, ഈ ഒരു റമദാൻ മാസമാണ്. ഷഹ്റു റമദാൻ അല്ലദീ. ഖുർആൻ എന്താണ്? ഹുദൻ ലിന്നാസ്, മനുഷ്യന്മാർക്ക് മാർഗദർശനമാണ്. സുബ്ഹാനല്ലാഹ്. വെറുതെ ഇറക്കിയതല്ല അല്ലെ, മനുഷ്യന്മാർക്ക് മാർഗദർശനമായിട്ട് ഇറങ്ങിയതാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം അത്തരത്തിലുള്ള ഒരു ഖുർആൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ഇറങ്ങിയ മാസം എന്താണ്, ആ ഇറങ്ങിയ സമയവും സ്പെഷ്യലാണ്. നമുക്കറിയാം ഹുദൻ ലിന്നാസ് എന്ന് പറയുമ്പം, ഹുദ എന്ന് പറയുമ്പം ഹിദായത്ത് രണ്ട് തരത്തിലാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? അതില് നമ്മൾ ഹിദായത്തുൽ ഇൽമി അമലി എന്ന് പഠിച്ചിട്ടുണ്ട്, അതല്ലെങ്കിൽ ഹിദായത്തുൽ ഇർഷാദ് അല്ലെങ്കിൽ ഹിദായത്ത് തൗഫീഖ് അല്ലെ, അങ്ങനെ രണ്ട് രീതിയിൽ പഠിച്ചിട്ടുണ്ട്. ഹിദായത്തുൽ ഇർഷാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇൽമി തന്നെ, അതായത് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എപ്പോ ചെയ്യണം, എവിടെ വെച്ച് ചെയ്യണം അല്ലെ? ഓരോ കാര്യങ്ങളിലെയും നമുക്ക് ഡയറക്ഷൻ ആണ് ഇങ്ങോട്ട് എന്നുള്ള രീതിയിൽ. എന്താ ശരി, എന്താ തെറ്റ് അല്ലെ, അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസ് ഉള്ള ഗ്രന്ഥമാണ്. എന്താ ശരികൾ എന്നുള്ള ഗ്രന്ഥമാണ്. ഓരോ കാര്യങ്ങളും എങ്ങനെ ചെയ്യണം എന്നുള്ള ഗ്രന്ഥമാണ് എന്ത്? ഖുർആൻ. ഹുദൻ ലിന്നാസ്. പിന്നെന്താ? വബയ്യിനാത്തിൻ മിനൽ ഹുദ. ഖുർആൻ എന്താണ്? ബയ്യിനാത്തും ഉണ്ട് ഖുർആനിൽ അല്ലെ? ബയ്യിനാത്ത് നമ്മൾ കുറേ പ്രാവശ്യം കാണുന്നു. ബയ്യിന, ബയനൂൻ, ക്ലിയർ ആയിട്ടുള്ള തെളിവുകൾ, വ്യക്തമായിട്ടുള്ള തെളിവുകൾക്കാണ്, പ്രൂഫുകൾക്കാണ് ബയ്യിനാത്ത് എന്ന് പറയുന്നത്. എന്തിന്റെ എവിഡൻസ് ആണ് പറയുന്നത്? മിനൽ ഹുദ, ശരിയായ അല്ല വഴിന്റെ അല്ലെ, അതായത് ഹിദായത്തിന്റെ തെളിവുകളും ഖുർആനിലുണ്ട്. എന്താണ് ഹിദായത്തിനുള്ള തെളിവുകൾ എന്ന് പറയുന്നത്? നമുക്കറിയാം ഖുർആൻ നമ്മളെടുത്ത് ജസ്റ്റ് ഇങ്ങനെ ഡയറക്ഷൻ മാത്രമല്ല തരുന്നത് അല്ലെ, ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യരുത്, ഇങ്ങനെ ചെയ്യണം എപ്പോ ചെയ്യണം എന്ന് മാത്രമല്ല ഖുർആൻ പറയുന്നത്, പക്ഷെ അതിന്റെ തെളിവുകളും ഉണ്ട്. അതായത് ഖുർആൻ നമ്മളെടുത്ത് പറഞ്ഞു, ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു എന്താണ്? നോമ്പെടുക്കൽ അല്ലെ, നോമ്പെടുക്കൽ നിങ്ങളുടെ മേൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞു. പക്ഷെ എന്താണ് അതിനുള്ള തെളിവ്? എന്താണ് അതിന്റെ പിന്നിലെ ഹിക്മത്ത്? എന്താണ് അതുകൊണ്ടുള്ള പ്രയോജനം അല്ലെ? എന്തിന് നമ്മൾ നോമ്പെടുക്കണം? അതൊക്കെ നമുക്ക് ഖുർആനിലുണ്ട് അല്ലെ? ഖുർആനിൽ നമ്മളടുത്ത് യൗമുൽ ഖിയാമയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, മരണത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതേസമയം നമ്മൾ മരിക്കുന്നതിലേക്കുള്ള, നമ്മൾ മരിക്കും എന്നുള്ളതിന്റെ തെളിവുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുണ്ട് അല്ലെ? നമ്മൾ അതിനെക്കുറിച്ച് നമ്മുടെ ജീവിതത്തെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും, അതല്ലെങ്കിൽ യൗമുൽ ഖിയാമയിൽ ചോദ്യങ്ങൾ ചെയ്യപ്പെടും എന്നുള്ളതും ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാത്തിനുള്ള തെളിവുകൾ ഖുർആനിലുണ്ട്. വബയ്യിനാത്തിൻ മിനൽ ഹുദ. കാരണം ഈ തെളിവുകളൊക്കെ നമുക്ക് യഖീൻ ഉണ്ടാക്കാൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഒരു കാര്യത്തിനെ കുറിച്ച് ദൃഢമായിട്ടുള്ള വിശ്വാസം, എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യണമെങ്കിൽ അത്തരത്തിലുള്ള അതിന്റെ പിന്നിലുള്ള ഹിക്മത്തും അതിനകത്ത് നമുക്ക് യഖീനും വേണം, എങ്കിലേ നമുക്ക് ഏതൊരു കാര്യവും സ്ട്രോങ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിന്റെ പിന്നിലുള്ള ലോജിക് അല്ലെങ്കിൽ ഹിക്മത്ത് മനസ്സിലായില്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ ഒരു പക്ഷേ പ്രയാസമായിരിക്കും. ഇനി അഥവാ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ ചെയ്യലിൽ നമ്മൾ ഉണ്ടാവൂല, നമ്മുടെ കയ്യും കാലുമേ ഉണ്ടാവുള്ളൂ അല്ലെ?
ശരിക്കും നമുക്ക് ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ഈ ഒരു യാത്ര തുടങ്ങുന്നതിന് മുമ്പുള്ള നമ്മളും ഈ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മളും തമ്മിലുള്ള വ്യത്യാസം അല്ലെ. നമുക്ക് ഖുർആനിൽ നിന്ന് തെളിവുകൾ കിട്ടിക്കൊണ്ടിരിക്കുക അല്ലെ, ബയ്യനാത്ത് കിട്ടിക്കൊണ്ടിരിക്കുക. സുബ്ഹാനല്ലാഹ്, ഹിദായത്തുകൊണ്ട് അതിന്റെ തെളിവുകളും ഉണ്ട് അല്ലെ. വെറും ഹുദ മാത്രമല്ല നമുക്ക് കിട്ടുന്നത്, ഓരോ ഹുദയ്ക്കും ഓരോ ഹിദായത്തിനും നമുക്ക് ബയ്യനാത്തുകൾ കിട്ടിക്കൊണ്ടിരിക്കുക അല്ലെ. നമ്മുടെ ഈ ഈമാൻ ബെറ്റർ ആയിട്ടുണ്ട്, ബെറ്റർ ആവുന്നുണ്ട്, ബെറ്റർ ആയിട്ടുണ്ടെന്നല്ല, ബെറ്റർ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. നമ്മുടെ യഖീൻ ബെറ്റർ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. നമ്മൾ മുമ്പ് ചെയ്യാത്ത പല കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങിയിട്ടില്ലേ. എല്ലാവരും അവനവന്റെ അടുത്ത് ചോദിക്കുക. ഞാൻ പറയുന്നത് കേട്ടിട്ടില്ല, ഓരോരുത്തരും അവനവന്റെ അടുത്ത് ചോദിക്കുക. നമ്മൾ മുമ്പ് ചെയ്യാത്ത പലതും ചെയ്യാൻ തുടങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ മുമ്പ് ചെയ്യുന്നതിനേക്കാൾ ബെറ്റർ ആയിട്ട്, സുബ്ഹാനല്ലാഹ്, ബെറ്റർ ആയിട്ട് നമ്മൾ ചെയ്തു തുടങ്ങുന്നുണ്ട് അല്ലെ. നമ്മുടെ ഹൃദയം അതിനകത്ത് ഉണ്ടായിട്ട് കൂടുതൽ എന്തൂസിയാസ്റ്റിക് ആയിട്ട് സന്തോഷത്തോടു കൂടി അല്ലെ, എൻജോയ്മെന്റോട് കൂടി അറ്റ്ലീസ്റ്റ് നമ്മൾ അതിന് ശ്രമിക്കുന്നുണ്ട് അല്ലെ, പണ്ടത്തതിനേക്കാളും. അപ്പൊ നമുക്കിത് ആവശ്യമാണ്. ഈ എന്താണ് ബയ്യനാത്ത് നമുക്ക് ആവശ്യമാണ്. വെറുതെ അത് ചെയ്യും ഇത് ചെയ്യും നമ്മളടുത്ത് പറഞ്ഞാൽ പോരാ. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്ര ഭംഗിയായിട്ടാണ് ഖുർആൻ നമുക്ക് തന്നിട്ടുള്ളത്. എന്തോടുകൂടി? ഹുദൻ ലിന്നാസ് മാത്രമല്ല, ബയ്യനാത്തിൻ മിനൽ ഹുദ, ആ ഹുദയുടെ ബയ്യനാത്തും അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുണ്ട്. എന്തിന് നിങ്ങൾ ഇത് ചെയ്യണം, നിങ്ങൾക്ക് ഇത് ചെയ്തത് കൊണ്ട് എന്ത് ഗുണാണുള്ളത് അല്ലെ. അപ്പൊ നമുക്കൊരു ഇഷ്ടമാണ് ഓരോ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട്. സുബ്ഹാനല്ലാഹ്. വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ഫുർഖാൻ എന്ന് പറയാം, ഖുർആൻ ഫുർഖാനും കൂടെയാണ് അല്ലെ. ഹുദൻ ലിന്നാസ് വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ഫുർഖാൻ എന്ന് വെച്ചാൽ ഫറഖ, നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ. ഇദ് ഫറഖ്നാ ബികുമുൽ ബഹ്ർ, സെപ്പറേറ്റ് ചെയ്യാം, വേർതിരിക്കാം. ഫുർഖാൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം മാനദണ്ഡം, ക്രൈറ്റീരിയ എന്നാണ്. അതായത് നന്മയും തിന്മയും വേർതിരിക്കുക, സത്യത്തിനെയും അസത്യത്തിനെയും വേർതിരിക്കുക. ഓക്കെ, ആ രീതിയിലുള്ള ഒരു മാനദണ്ഡത്തിന്, ആ ക്രൈറ്റീരിയൻ അല്ലെങ്കിൽ വേർതിരിക്കുന്നതിനാണ് ഫുർഖാൻ എന്ന് പറയുന്നത്. ഇതും എന്തിലുണ്ട്? ഖുർആനിലുണ്ട് അല്ലെ. ഇപ്പം ചിലപ്പോഴൊക്കെ നമ്മൾ ആരുടെത്തെങ്കിലും സുബ്ഹാനല്ലാഹ് ഒരു നോർമൽ, അതായത് ഒരു നെയിംസേക്ക് മുസ്ലിം ആവും, ജസ്റ്റ് പേരിന് മാത്രം മുസ്ലിം ആയിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ ഒരു അമുസ്ലിമിന്റെ അടുത്ത് എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ അല്ലെ, ഇപ്പൊ ഏതെങ്കിലും ഒരു ഭക്ഷണ പദാർത്ഥം നമ്മൾ സംസാരിക്കുകയാണ്, നമുക്ക് ആ ഉദാഹരണം പറയാം, കോക്ക് അല്ലെങ്കിൽ ലീസ് പോലെയുള്ള സാധനങ്ങൾ നോക്കാം, അത് അധികം കഴിക്കേണ്ട കേട്ടോ, കുറച്ച് കഴിച്ചോ, ഒന്നും കുഴപ്പമില്ല. കോക്കൊക്കെ ഒരുപാടായ അപ്പൊ എന്താ ഇപ്പൊ ഒരുപാട് കുടിച്ചാ, അല്ല അതിനകത്ത് ഒരുപാട് ഷുഗർ ഉണ്ട്. അതിനിപ്പോ എന്താ, എനിക്ക് ഷുഗർ ഇഷ്ടമാണല്ലോ. പക്ഷെ നമുക്കറിയാം എന്താണ് ഒരുപാട് ഷുഗർ എന്ന് പറയുന്നത് തൊയ്യബല്ല അല്ലെ. ഭക്ഷണം കഴിക്കുമ്പോൾ അത് തൊയ്യബായിട്ടുള്ള കാര്യമല്ല, പക്ഷെ അവർക്ക് അത് അറിയില്ല. അപ്പം ആളുകൾക്ക് എല്ലാ കാര്യത്തിലും അവരുടെ ഹിക്മത്ത് ഉപയോഗിച്ച്, അവരുടെ ലോജിക് ഉപയോഗിച്ച്, അവരുടെ ശരികൾ ഉപയോഗിച്ചിട്ടുള്ള എന്താണ് അഭിപ്രായങ്ങളാണ് അല്ലെ, അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് ഉപയോഗിച്ചുള്ള അഭിപ്രായങ്ങളാണ്. ഇനി വേറെ പല പല കാര്യങ്ങൾ എടുക്കുമ്പോൾ ഇപ്പം ചിലര് ലോൺ എടുക്കുന്ന കാര്യത്തിന് ജസ്റ്റിഫൈ ചെയ്യുമ്പോൾ പറയൂലേ, വർഷങ്ങളോളം വാടക കൊടുത്ത് താമസിക്കുന്നതിൽ നല്ലതല്ലേ ഇത് ലോൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ പേരിലാവൂലേ, നമ്മളുടെ സ്വന്തം പേരിലാവൂലേ അല്ലെ. സുബ്ഹാനല്ലാഹ്. അതുപോലെ ഇപ്പം ഹോസ്പിറ്റൽ കേസ് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിരുന്നു അല്ലെ. വലിയ വലിയ കേസുകളൊക്കെ വന്നു കഴിഞ്ഞാൽ, ലക്ഷങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇൻഷുറൻസ് ഉള്ളത് നല്ലതല്ലേ. നമ്മൾ അതിനെ എന്ത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലും അവർക്ക് അവരുടെ ചിന്തയും അവരുടെ ശരികളുമാണ് അല്ലെ. ഇനിയിപ്പോ ഇന്നത്തെ കാലത്ത് ജെൻഡർ ഇക്വാലിറ്റീസ് അല്ലെ, ജെൻഡർ മിക്സിങ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. സുബ്ഹാനല്ലാഹ്. അല്ലെങ്കിൽ ഡ്രസ്സ്, ചിലർ വസ്ത്രം നല്ലോണം ധരിച്ചിട്ടുണ്ടാവും അല്ലെ, ധരിച്ചിട്ടുണ്ടാവും വെച്ചാൽ എല്ലാ ഭാഗവും നല്ല സീൽ ചെയ്ത പോലെ കവർ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ എന്താണ് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട് അല്ലെ. നമ്മളത് പറഞ്ഞു കൊടുത്താൽ ഞാൻ കവേർഡ് അല്ലേ, ഞാൻ ഫുള്ള് കവർ ചെയ്തിട്ടുണ്ടല്ലോ അല്ലെ, കവർ ചെയ്താൽ പോരെ, അതാണ് അവരുടെ ചോദ്യം. അപ്പം നമ്മള് ഇതുപോലെ ഇത് ശരിയല്ല അത് ശരിയല്ല എന്നൊക്കെ പറയുമ്പം മറ്റുള്ളവർ പലരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? അവരുടെ ഹിക്മത്ത്, അവരുടെ ചിന്ത, മെജോറിറ്റി ആളുകൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ്. അപ്പം ശരിക്കും അങ്ങനെ ഒരാളുടെ എക്സ്പീരിയൻസ് ആവില്ല വേറൊരാളുടെ എക്സ്പീരിയൻസ് അല്ലെ, ഒരാളുടെ ശരിയാവില്ല വേറൊരാളുടെ ശരികൾ. അങ്ങനെ ലോകത്ത് പല ശരികൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ പ്രശ്നമാണല്ലേ. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു പോയിന്റ് വേണം ശരിനെയും തെറ്റിനെയും വേർതിരിക്കാൻ മനുഷ്യന്മാർക്ക്. കാരണം അത്രയും വെറൈറ്റീസ് ആ മനുഷ്യന്മാർ, ഓരോരുത്തരുടെ ചിന്തകളും വേറെ വേറെയാണ്, ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് വേറെ. അതിനൊക്കെ ബേസ് ചെയ്തിട്ട് ഓരോരുത്തരും ശരികളും തെറ്റുകളും തീരുമാനിച്ചു കഴിഞ്ഞാൽ ലോകം കുഴപ്പത്തിലേക്കാണ്. നമുക്കറിയാം ലോകം കുഴപ്പത്തിലേക്കാണ് പോയിക്കൊണ്ടേയിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പം എന്താണ് ശരി, എന്താണ് തെറ്റ്, എന്താണ് നല്ലത്, എന്താണ് ചീത്ത എന്ന് വേർതിരിച്ചറിയാനുള്ള ഒരു മാനദണ്ഡം, ഒരു റെഫറൻസ് പോയിന്റ് നമുക്ക് വേണം അല്ലെ. ആ ഫുർഖാൻ എന്താണ് നമ്മുടെ ജീവിതത്തില്? ഖുർആനാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആല അത്രയും എക്സലന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ റമദാൻ മാസത്തില് നമുക്ക് വേണ്ടി ഇറക്കി തന്നിട്ടുള്ളത് അല്ലെ. ഇതില്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റൂല, ഇതില്ലാണ്ട് നമുക്ക് ഡയറക്ഷൻ ഇല്ല മുന്നോട്ട് പോവാൻ. സുബ്ഹാനല്ലാഹ്.
അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആന്റെ വളരെ വിശിഷ്ടമായ ക്വാളിറ്റീസ് ഒക്കെ പറഞ്ഞിട്ട് അത് എന്താണ്, അത് കാരണം ഈ റമളാൻ എന്ന് പറയുന്ന മാസത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാണ് അല്ലെ. ഖുർആൻ ഇമ്പോർട്ടന്റ് ആണെങ്കിൽ ഖുർആൻ ഇറങ്ങിയ റമളാനും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. മാത്രമല്ല റമളാൻ എന്ന് പറയുന്നത് നമ്മൾ നോമ്പ് എടുക്കുന്ന മാസവും കൂടിയാണ് അല്ലെ. എന്താ തുടർന്ന് പറയുന്നത്? ഫമൻ ഷഹിദ മിൻകും ഷഹ്റ ഫല്യസുംഹു. ഫമൻ ഏതൊരുവർ, അപ്പോൾ ആര്, ഷഹിദ ഷീൻ ഹാദാൽ ഷഹാദ വെച്ച് സാക്ഷ്യം വഹിക്കുക. അപ്പം ആര് സാക്ഷ്യം വഹിക്കുന്നുവോ, മിൻകും നിങ്ങളിൽ നിന്ന്, മിൻകും അവിടെ കും പ്ലൂറൽ ആണ്. അപ്പം എല്ലാവരും നിങ്ങൾ, നമ്മളിത് ആരെ അഡ്രസ് ചെയ്തിട്ടുള്ളത്? യാ യുഹല്ലദീന ആമനു ആണ് അല്ലെ തുടങ്ങിയത്. അപ്പം വിശ്വാസികളെ, നിങ്ങളിൽ ആരെങ്കിലും ആ മാസത്തിന് സാക്ഷ്യം വഹിച്ചാൽ, മാസത്തിൽ നിങ്ങൾ പ്രസന്റ് ആയാൽ ബേസിക്കലി, ഓക്കെ. അഷഹ്റ മാസം. അപ്പം അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ഫൽ യസുംഹു, എന്നാൽ അവൻ നോമ്പ് അനുഷ്ഠിക്കണം. ഇവിടുത്തെ ഫല്ലിലെ ലാം ഉണ്ടല്ലോ, ഫ പ്ലസ് ലാം, ആ ലാം എന്ന് പറയുന്നത് ലാം ഓഫ് അമ്രാണ്, കൽപ്പനയുടെ ലാമാണ്. ഈ ലാം എന്ന് പറയുന്ന സാധനം സുബ്ഹാനല്ലാഹ് ഏതൊരു ഹെർഫും അങ്ങനെയാണ്, പല സാഹചര്യങ്ങളിൽ പല അർത്ഥങ്ങളോട് കൂടിയാണ് വരിക. ഈ ലാം നമ്മൾ ഇതിനു മുമ്പ് പല രീതിയിൽ കണ്ടിട്ടുണ്ട് അല്ലെ. ഉറപ്പിച്ച് പറയുന്ന, നിശ്ചയമായും എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. ഏതെങ്കിലും ഒന്നിനു വേണ്ടി, ഒരാൾക്ക് വേണ്ടി, ലില്ലാഹി അള്ളാഹുവിന് വേണ്ടി എന്ന് പറയുന്ന ലാമിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഈ ലാം എന്താണ്? കൽപ്പനയുടെ ലാമാണ്, ചെയ്യണം എന്ന് കൽപ്പിക്കുന്ന ലാമാണ്. അതുകൊണ്ട് തന്നെ ആ മാസം എന്താണ്? നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കണം. മുമ്പുള്ള ആയത്തിൽ നമ്മൾ എന്താ കണ്ടത്? വഅലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ ത്വഅമു മിസ്കീൻ അല്ലെ. ത്വഅമു മിസ്കീൻ എന്താണ്? നിങ്ങൾക്ക് ഒരു ചോയ്സ് ഉണ്ടായിരുന്നു അല്ലെ. നിങ്ങൾ നോമ്പ് എടുക്കുക, അല്ലെങ്കിൽ മിസ്കീന് ഭക്ഷണം കൊടുക്കുക. നിങ്ങൾ നോമ്പ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫിദിയ കൊടുക്കുക. പക്ഷെ നമുക്കറിയാം ഈ ഒരു ആയത്ത് വെച്ചിട്ട് ആ ആയത്ത് നസ്ഖ് ചെയ്യപ്പെട്ടതിന്റെ തെളിവുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ ആയത്തിൽ എന്താ പറയുന്നത്? ആര് ജീവിച്ചിരിക്കുന്നവരിൽ ആര് ഈ നോമ്പിന് ദൃക്സാക്ഷികളാണോ അവര് നോമ്പെടുക്കണം. ആ ചോയ്സ് എടുക്കപ്പെട്ടു. സുബ്ഹാനല്ലാഹ്. ഇനി അവന് ചോയ്സ് ഇല്ല അല്ലെ. മുമ്പ് ചോയ്സ് ഉണ്ടായിരുന്നു, വേണമെങ്കിൽ എടുക്കാം വേണമെങ്കിൽ എടുക്കണ്ടെന്ന്. പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോയ്സ് അങ്ങ് എടുത്തു കളഞ്ഞു. ആ ചോയ്സ് തന്നതിന്റെ കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ചോയ്സ് കൊടുക്കാനുള്ള ഒരു കാരണം അവർക്ക് പ്രയാസമായതുകൊണ്ട് അവരുടെ അന്നത്തെ റോള് പ്രകാരം കൊടുത്തൊരു ചോയ്സ് ആണ്. പിന്നീട് ആ റോള് എടുക്കപ്പെട്ടു എന്നൊക്കെ നമ്മൾ കണ്ടു. ഫമൻ ഷഹിദ മിൻകും ഷഹ്റ ഫല്യസുംഹു. അപ്പം ആ ഒരു മാസം അല്ലെ, ആ മാസം മുഴുവനും അവൻ നോമ്പെടുക്കണം. എന്താ അതിന്റെ അർത്ഥം? അപ്പം ആര് ഈ മാസം തുടങ്ങുമ്പോൾ അതിനകത്തുണ്ടോ അല്ലെ, ആ മാസത്തിലുണ്ടോ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നുണ്ടോ, അപ്പൊ അവന് നോമ്പെടുത്ത് തുടങ്ങണം. എന്താണ് ആ മാസത്തിന്റെ തുടക്കം? നമ്മൾ പറഞ്ഞു എന്താണ്? ചന്ദ്രനെ കാണുന്നതാണ് അല്ലെ. ഷഹർ എന്ന് പറഞ്ഞാല് ചന്ദ്രമാസമാണ്. അത് തുടങ്ങുന്നത് ചന്ദ്രനെ കണ്ടുകൊണ്ടാണ്. അപ്പൊ നമുക്ക് ചന്ദ്രനെ കാണുന്നതിന്റെ മുമ്പ് നോമ്പെടുക്കാൻ പാടുണ്ടോ? പാടില്ല. ചന്ദ്രനെ കണ്ടതിന് ശേഷം മാത്രമേ നോമ്പെടുക്കാൻ പാടുള്ളൂ. നമ്മൾ അതിന് കാത്തിരിക്കണം കാണുന്നത് വരെ. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ, ഹിലാല് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നോമ്പ് എടുക്കാം. അല്ലാതെ നമുക്ക് ചന്ദ്രനെ കാണുന്നതിന് മുമ്പ് പ്രെഡിക്റ്റ് ചെയ്യാൻ, ഓക്കെ ഇന്ന ദിവസമാണ് റമളാൻ 1 എന്ന് പറയാനും പാടില്ല. അത് പാടില്ല. ഓക്കെ, നമ്മൾ ചന്ദ്രനെ കാണണം. എന്താണ് അതിനുള്ള തെളിവ്? സഹീഹ് ബുഖാരിയിലും സുനൻ നസായിലും ഒക്കെ വന്നിട്ടുള്ള ഹദീസാണ്. നിങ്ങൾക്ക് മലയാളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ടെക്സ്റ്റ് ഞാൻ ഇതിന്റെ ഇന്നലെ ഷെയർ ചെയ്തതുപോലെ പ്രസന്റേഷന് കൂടെ ഷെയർ ചെയ്യാം. ഇപ്പം കേൾക്കുക. ഓക്കെ, നസായിൽ വന്ന ടെക്സ്റ്റ് വെച്ചിട്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സ്വഹീഹാക്കിയിട്ടുള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ലാ തസൂമു ഖബ്ല റമദാൻ. നിങ്ങൾ റമദാനിന് മുമ്പ് നോമ്പ് നോൽക്കരുത്. അപ്പം എങ്ങനെയാണ് റമദാൻ തുടങ്ങുന്നത്? ചന്ദ്രക്കല കണ്ടിട്ട് അല്ലെ. സൂമു ലിർറുയ, നിങ്ങൾ നോമ്പെടുക്കുക എപ്പോ? നിങ്ങൾ കാണുമ്പം. എന്ത് കാണുമ്പം? ചന്ദ്രന്റെ കല കാണുമ്പം. വഅഫ്തിറൂ ലിർറുയ, അങ്ങനെ നിങ്ങൾ എന്താക്കുക? നോമ്പ് നിർത്തുക എപ്പോ? വീണ്ടും നിങ്ങൾ അത് കാണുമ്പോ. അപ്പം എങ്ങനെയാണ് മാസം തുടങ്ങുന്നത്? ചന്ദ്രനെ കണ്ടിട്ട് അല്ലെ. എങ്ങനെയാ മാസം അവസാനിക്കുന്നത്? വീണ്ടും കാണുമ്പം. ഫഇൻ ഹാലത് ദൂനഹു ഗയായത്തുൻ ഫഅക്മിലു 30. ഇനി നിങ്ങൾ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ, ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താക്ക? 30 കംപ്ലീറ്റ് ചെയ്യുക. ഫഅക്മിലു 30, ക്യാമിലാക്ക, 30 കംപ്ലീറ്റ് ചെയ്യുക. അപ്പം എന്തായി? ആ ഒരു മാസം 30 ആയി. ഇനി 29 കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത മാസം തുടങ്ങിക്കോ. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ അത് 29 കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? പ്രെഡിക്റ്റ് ചെയ്യാണോ ചെയ്യേണ്ടത്? അല്ല. സയന്റിഫിക് കാൽക്കുലേഷൻ ഉണ്ടാക്കുകയാണോ വേണ്ടത്? അല്ല. അതിന്റെ പേരിൽ നേരത്തെ ഒരു കലണ്ടർ ഉണ്ടാക്കിയിട്ട് ചെയ്യാണോ വേണ്ടത്? അല്ല. നമ്മൾ എന്തിനെ ബേസ് ചെയ്തിട്ടാ ചെയ്യേണ്ടത്?
ചന്ദ്രനെ കാണുന്നതിനനുസരിച്ച്. ഓക്കെ, ചന്ദ്രനെ കണ്ടാൽ മാസം തുടങ്ങുന്നു, ചന്ദ്രനെ കണ്ടാൽ മാസം അവസാനിക്കുന്നു. ഇനി നമ്മൾ അവസാനിക്കുന്ന വിചാരിച്ച ദിവസം കണ്ടില്ലെങ്കിൽ ഒരു ദിവസം കൂടെ എടുത്തിട്ട് 30 ദിവസമാക്കിയിട്ട് മാസം കംപ്ലീറ്റ് ചെയ്യാം. വേറൊരു ഹദീസിൽ, സ്വഹീഹ് ബുഖാരിയിൽ വന്നിട്ടുള്ള ഹദീസാണ്. ഈ ഹദീസിനെ പലപ്പോഴും മിസ്കോട്ട് ചെയ്യാറുണ്ട്. അതായത് വേറൊരു രീതിയിൽ വ്യാഖ്യാനിച്ചിട്ട് അതിനെ മിസ്യൂസ് ചെയ്യാറുള്ള ഒരു ഹദീസാണ്. അതിന്റെ ടെക്സ്റ്റ് ഇങ്ങനെയാ പോണത്: ഇന്ന ഉമ്മത്തുൻ ഉമ്മീയത്തുൻ. ഓക്കെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, ഇന്ന ഉമ്മത്തുൻ ഉമ്മീയത്തുൻ, ഇന്നാ ഉമ്മത്തുൻ ഉമ്മീയത്തുൻ, നിശ്ചയമായും ഞങ്ങൾ എന്താണ്, ഉമ്മിയായിട്ടുള്ള ഒരു ജനതയാണ്. ഉമ്മിയെ നമുക്കറിയാം അല്ലെ, നിരക്ഷരരായിട്ടുള്ള, അക്ഷരജ്ഞാനം ഇല്ലാത്ത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരക്ഷരാണ്, അതുകൊണ്ട് ആ ഉമ്മത്തും എന്താണ്, നിരക്ഷരാണ്. ലാ നക്തുബു വലാ നഹ്സുബു ഷഹ്റു ഹാകദ വഹാകദ. ഞങ്ങള് എന്താണ്, നക്തുബു എഴുതുന്നുമില്ല, നഹ്സബു എന്താണ്, അക്കൗണ്ട് സൂക്ഷിക്കുന്നുമില്ല. ഓക്കെ, മാസം ഇങ്ങനെയാണ്, മാസം എന്താണ്, ഇന്ന ദിവസമാണ്, ഡേറ്റ് ആണെന്ന്. ചില മാസം ഇങ്ങനെയായിരിക്കും, അഷഹ്റു ഹാക്കദ വഹാക്കദ. ചില മാസം ഇങ്ങനെയായിരിക്കും, ചില മാസം അങ്ങനെ ആയിരിക്കും. അതായത് ചില മാസം 29 ദിവസമായിരിക്കും, ചില മാസം 30 ദിവസമായിരിക്കും. സുബ്ഹാനല്ലാഹ്. അപ്പം ഇതിനെ പലരും പല രീതിയിൽ വ്യാഖ്യാനിച്ചിട്ട് പല കോലത്തിൽ ആക്കി എടുക്കാറുണ്ട്. ഓക്കെ, ഇനി ഇതിൽ നിന്ന് വരുന്ന ഈ ഒരു ഹദീസിനെ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ച് വെച്ചിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് നമുക്ക് കാണാം. ഇപ്പം ഈ ഒരു ഹദീസ് കാണുമ്പോൾ ഒരു കൂട്ടർ പറയേണ്ടത്, ഇന്ന ഉമ്മത്തുൻ ഉമ്മിയത്തുൻ, നമ്മൾ നിരക്ഷരരായ ഒരു ഉമ്മത്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ വായിക്കാൻ പാടില്ല, പഠിക്കാൻ പാടില്ല, കാൽക്കുലേഷൻ ചെയ്യാൻ പാടില്ല എന്ന്. സുബ്ഹാനല്ലാഹ്. ആക്ച്വലി ഈ ഒരു ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമുക്ക് അതായത് ഈ ആസ്ട്രോണമിക്കൽ കാൽക്കുലേഷൻ ഒക്കെ ഉണ്ടല്ലോ അല്ലെ, മാസം ഇങ്ങനെയാണ് പിറക്കുക, അങ്ങനെയാണ് പിറക്കുക എന്നുള്ള കാൽക്കുലേഷൻ ഒന്നും നമുക്ക് ആവശ്യമില്ല. നമ്മൾ ചന്ദ്രമാസ പിറവി കണ്ടിട്ടാണ്, അതായത് ഈ ചില മാസം ഇങ്ങനെ ചില മാസം അങ്ങനെ എന്ന് പറയുന്നത് ചന്ദ്രന്റെ മാസപ്പിറവി കാണുന്നതിനനുസരിച്ചാണ് നമ്മൾ മാസം കണ്ടു എന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ഹദീസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അല്ലാതെ വേറെ പലരും വ്യാഖ്യാനിച്ച് വെച്ചിരിക്കുന്നത് പോലെ ഈ ഉമ്മത്ത് എന്താണ്, അറിവില്ലാത്തവരല്ലേ, ഉമ്മിയായിട്ട് തുടരണം, ഒന്നും പഠിക്കാൻ പാടില്ല, മാത്സ് പഠിക്കാൻ പാടില്ല, സയൻസ് പഠിക്കാൻ പാടില്ല എന്ന് പറയാൻ അല്ല. ഇന്നത്തെ കാലത്ത് മുസ്ലിങ്ങൾ അല്ലെ ചെയ്യുന്ന പല വിദ്യാഭ്യാസം, അതായത് ആധുനിക വിദ്യാഭ്യാസം, ഡിഫറെന്റ് ബ്രാഞ്ചസ് ഓഫ് സയൻസ്, അതൊന്നും പഠിക്കുന്നതിന് എതിരൊന്നുമല്ല ഈ ഒരു ഹദീസ്. ഇസ്ലാം എന്താണ്, ഇൽമിന്റെ മതമാണ്. നമ്മൾക്ക് ശരിക്കും നമ്മളെ മേല് ബാധ്യതയാക്കപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കണം അല്ലെ. ശരീഅത്തായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കണം. ഇബാദത്ത് എങ്ങനെ ചെയ്യണമെന്ന് നമ്മൾ പഠിക്കണം. മറ്റുള്ളവരുമായിട്ട് എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് നമ്മൾ പഠിക്കണം. അങ്ങനെ പഠിക്കേണ്ട ആവശ്യകതയുള്ള, പഠിപ്പിനെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്ന ഒരു മതമാണ് നമ്മളുടെ ദീൻ. ഓക്കെ, അതുകൊണ്ട് തന്നെ പഠിക്കരുത്, ചെയ്യരുത് എന്ന് ആരെങ്കിലും ഈ ഹദീസിനെ ഉപയോഗിച്ച് വ്യാഖ്യാനിച്ച് വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ അല്ല എന്ന് തന്നെയാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഇനി ഐഹികമായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പം കൃഷി അല്ലെ, കച്ചവടം, മെഡിസിൻ, എല്ലാം, എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ, അതുപോലെയുള്ള പല കാര്യങ്ങളും നമ്മളുടെ ഉമ്മത്തിന് ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ, അല്ലെങ്കിൽ അതുപയോഗിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദത്ത് ചെയ്യാൻ ആവശ്യമുള്ളതൊക്കെയും നമ്മൾ പഠിക്കണം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് അദ്ദേഹം ഈ ഒരു ഹദീസിനെ ചെറുതായിട്ടൊന്ന് വിശദീകരിച്ച് വെച്ച സ്ഥലത്ത് പറയുന്നുണ്ട്, അവര് ഇസ്ലാം വരുന്നതിന് മുമ്പ്, ഓക്കെ, അറേബ്യൻ സമൂഹം ഇസ്ലാം വരുന്നതിന് മുമ്പ് അവര് നിരക്ഷരരായിരുന്നു. ഓക്കെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ഇറക്കിയ അല്ലെ ആ ഒരു സമയത്തുണ്ടായിരുന്ന അറേബ്യൻ സമൂഹം എന്ന് പറയുന്നത് നിരക്ഷരരായിരുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കളിൽ തന്നെ ഒരുപാട് പേര് അല്ലെ എഴുതാനും വായിക്കാനും ഒക്കെ അറിയുന്നവർ ഉണ്ടായിരുന്നു, കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയുന്ന ആളുകൾ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് തന്നെ പല വഹികളും അല്ലെ, കാൽക്കുലേഷൻ ആവശ്യമുള്ള, നിർബന്ധമുള്ള പല വഹികളും ഇറക്കിയിട്ടുണ്ട് അല്ലെ, സക്കാത്ത്, അനന്തരാവകാശം പോലെയുള്ള കാര്യങ്ങൾ. ഇനി അതിനൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പലരെയും ഏൽപ്പിച്ചിട്ടുണ്ട്. ഇബ്നു അൽ-തബിയ എന്ന് പറയുന്ന അദ്ദേഹത്തിന് സക്കാത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്രോച്ച് ചെയ്യാറുണ്ടായിരുന്നു. ഓക്കെ, ടോട്ടൽ എമൗണ്ട് എത്രയാണെന്ന്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എഴുതി വെക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, സെയ്ദ്, മുആവിയ റളിയല്ലാഹു അൻഹുമ. അപ്പൊ ഇവരൊക്കെ അല്ലെ വഹി ഇറക്കി വെക്കാനും, അതുപോലെ പല കോൺട്രാക്റ്റുകൾ അല്ലെ, പല സന്ധികൾ എഴുതി വെക്കാൻ, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറൊരു നാട്ടിലേക്ക്, അല്ലെങ്കിൽ ഓരോരുത്തരും വേറൊരു നാട്ടിലേക്ക് പോകുമ്പോൾ അവിടുത്തെ ഭരണാധികാരികളെ, ലീഡേഴ്സിന് ഒക്കെ കത്തുകൾ എഴുതാനും ഒക്കെ അവരൊക്കെ ഉണ്ടായിരുന്നു. അല്ലാതെ ഇസ്ലാം നിരക്ഷര മതമാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി വന്ന ഒരു ഹദീസ് അല്ല ഇത്. പകരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ, നിങ്ങൾ മാസം കാണുമ്പോൾ നോമ്പ് നോക്കുക,
അത് നമ്മൾ എഴുതി വെച്ചിട്ടുള്ള പരിപാടിയില്ല. മാസം കാണുമ്പോൾ 29 ആണെങ്കിൽ 29, 30 ആണെങ്കിൽ 30. ഓക്കെ, വീണ്ടും നിങ്ങൾ മാസം കാണുമ്പോൾ നോമ്പ് നോക്കല് നിർത്ത്. ഇനി നിങ്ങൾ മാസം കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ 30 ആക്ക്. ഫമൻ ഷഹിദ മിൻകും ഷഹ്റ ഫല്യസുംഹു. അതിന്റെ മുമ്പ് നിങ്ങൾ നോമ്പ് നോക്കാൻ പാടില്ല. ഇനി ചിലരൊക്കെ ഉണ്ട് ഒരു സംശയത്തിന്റെ നോമ്പ്. അത് ഭയങ്കര തെറ്റാണെന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ആരെങ്കിലും നോമ്പ് നോറ്റ് കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇറക്കിയതിൽ അവർ അവിശ്വസിച്ചു എന്നാണ് പറയുന്നത്. അവൻ വിശ്വസിക്കാൻ വിസമ്മതിച്ചു എന്ന്. സുബ്ഹാനല്ലാഹ്. എന്താണ് ഈ സംശയത്തിന്റെ നോമ്പ്? എനിക്ക് ശരിക്കും അറിയില്ല ഇന്ന് നോമ്പാണോന്ന്. മാസം കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉറപ്പില്ല. ഇനി ആണെങ്കിലോ, ആണെങ്കിൽ ആ നോമ്പ് പിടിച്ചാൽ ഞാൻ നഷ്ടാവൂലല്ലോ അല്ലേ? സുബ്ഹാനല്ലാഹ്, അങ്ങനെ പാടില്ല. നമ്മള് മാസം കണ്ടൂന്ന് ഉറപ്പ് വന്നാൽ മാത്രമേ നോമ്പ് നോക്കാൻ പാടുള്ളൂ. മാസം കണ്ടാൽ നോമ്പ് തുടങ്ങലായി. സുബ്ഹാനല്ലാഹ്, നമ്മൾ നോമ്പ് തുടങ്ങും. ഇനി നമ്മൾ ഓരോരുത്തരും പോയി കാണണോ? വേണ്ട അല്ലെ? എല്ലാവർക്കും പോയി മാസം കാണലൊന്നും പോസിബിൾ അല്ല. അപ്പൊ നമ്മൾക്ക് വിശ്വസ്തമായ സോഴ്സുകളിലൂടെ നമ്മുടെ മഹലിലെ മസ്ജിദ്, നമുക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ടാവും ഏതൊരു നാട്ടിലും അല്ലെ? എങ്ങനെയാണോ അത് മസ്ജിദ് വഴിയാണോ, ഇനി അതെല്ലാം ഹാവികളാണോ, എങ്ങനെയാണെന്ന് വെച്ചാൽ മാസം കണ്ടതായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു സമൂഹം, വിശ്വാസയോഗ്യമായ ഒരു സമൂഹം അറിയിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനെ പിന്തുടരാം. അല്ലാതെ ഇല്ലല്ല ഞാൻ കണ്ടിട്ടില്ല, മാസം കണ്ടാലേ നോമ്പെടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അത് പറ്റൂല. ഓക്കെ, അപ്പൊ അവര് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ പിന്തുടരാം. ശരിയാണ്, ഈ ഒരു കാര്യത്തിൽ ഒരുപാട് ഡിഫറൻസസ് ലോകം മുഴുവനും ഉണ്ട് അല്ലെ? ഡിഫറെന്റ് ഒപ്പീനിയൻസ് ലോകം മുഴുവനും ഉണ്ട്. ഈ ഡിഫറൻസസ് ഒക്കെ അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്കൊന്നും ചെയ്യാനൊന്നും പറ്റില്ല, നമുക്ക് തടയാൻ പറ്റില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചതും കൂടെയാണ്. ഓക്കെ, നമ്മുടെ ഉത്തരവാദിത്തം എന്താണ്? നമ്മളൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യം, ക്ലിയർ ടെക്സ്റ്റ് ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അതിനെ പിന്തുടരുക. ആളുകളുടെ ഇടയിൽ ഇഖ്തിലാഫ് എപ്പോഴും ഉണ്ടാവും. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്ക് ശരിക്കും ഫുർഖാൻ ശരിക്കും കാണിച്ചു തന്നിട്ടുണ്ട് അല്ലെ? ഹക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ അത് മനസ്സിലാക്കുമ്പോൾ, ഹക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഫോളോ ചെയ്യല് നമ്മളുടെ ബാധ്യതയാണ്. മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്ന് നമ്മളെ അടുത്ത് ആരും ചോദിക്കൂല. നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അടുത്ത് ചോദിക്കും. നമ്മൾ മുമ്പ് പഠിച്ചിരുന്നു അല്ലെ? നേതാക്കന്മാരും പിന്തുടരുന്നവരുടെയും കാര്യം. സുബ്ഹാനല്ലാഹ് അല്ലെ? നേതാക്കന്മാര് എന്ത് ചെയ്യും? അവിടെ എത്തുമ്പോൾ യൗമുൽ ഖിയാമയിൽ എനിക്ക് ഇവരെ അറിയൂല അല്ലെ? അവരെ ഡിസോൺ ചെയ്തേക്കും. ഞാൻ ഇവരുടെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടല്ലേ ഇവർ ഫോളോ ചെയ്യുന്നത് എന്നുള്ള ഒരു അവസ്ഥയിൽ അവർ കൈയൊഴിയും. അപ്പം ആരെങ്കിലും ചെയ്ത്, ഏതെങ്കിലും നേതാക്കന്മാര് ചെയ്ത് എന്നുള്ളതിന്റെ പേരിലല്ല, നമുക്ക് ഖുർആനും ഹദീസും വഴി നമുക്ക് എന്താണോ തെളിവായത്, വെളിവായത്, മനസ്സിലായത്, അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഹക്കിനെ പിന്തുടരുക. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഫുർഖാൻ ഭൂമിയിലേക്ക് ഇറക്കിയിട്ടുണ്ട്. ഇനി അങ്ങനെ ഞാൻ ഇറക്കുന്നതിന്റെ പേരിൽ ഞാൻ മാത്രമാണ് ദുനിയാവിൽ ഒരേ ഒരു ശരി, ബാക്കി എല്ലാവരും തെറ്റാണ് എന്ന് പറയാനല്ല. ഓക്കെ, നമ്മൾ ഓരോരുത്തരും ശരി എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ അത് എനിക്ക് സെൻസ് ഉണ്ടാക്കുന്നുണ്ട്. ആ പറഞ്ഞതിൽ ഒരു ശരിയുണ്ട് അല്ലെ? ആ തെളിവിൽ ഒരു കാര്യമുണ്ട്, അത് റീസണബിൾ ആണ്. ഓക്കെ, ഹക്കാണെന്നല്ലേ, ഹക്കിനോട് ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു കാര്യമാണ് എന്ന് തോന്നുകയാണെങ്കിൽ അതിനോട് അതിനെ നമ്മൾ ഫോളോ ചെയ്യാം. അതിനപ്പുറത്തേക്ക് ലോകം മുഴുവൻ ഇങ്ങനെയാണല്ലോ, ആൾക്കാർ അങ്ങനെയാണല്ലോ, അപ്പൊ അതങ്ങനെ ഒരുപാട് ബേജാറാവണ്ട. ഓക്കെ, നിങ്ങൾക്ക് കേട്ട തെളിവുകളിൽ നിങ്ങൾക്ക് ഹക്കാണെന്ന് മനസ്സിലായി, നിങ്ങൾക്ക് തൃപ്തിയായ കാര്യത്തിന് നിങ്ങൾ ഫോളോ ചെയ്യുക. ഒരു വലിയ സമൂഹം അല്ലെങ്കിൽ ഏതോ വലിയ പണ്ഡിതൻ അല്ലെങ്കിൽ ഏതോ ഒരു വലിയ ലീഡറും അങ്ങനെ പറഞ്ഞു എന്നതിന്റെ പേരിലല്ല നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അവരെന്ത് തെളിവിന്റെ ബേസിലാണ് അത് ചെയ്യുന്നത് എന്ന് വെച്ചിട്ടാണ് അവരെ നമ്മൾ ഫോളോ ചെയ്യണോ വേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. ഫമൻ ഷഹിദ മിൻകും ഷഹ്റ ഫല്യസുംഹു വമൻ കാന മരീദൻ, ആര് അതിനകത്ത് രോഗിയായിരിക്കുന്നുവോ, ഔ അലാ സഫറിൻ, ആര് യാത്രയിലായിരിക്കുന്നുവോ, ഫഇദ്ദതും മിൻ അയ്യാമിൻ ഉഖർ, അപ്പം അവൻ ഒരു നമ്പർ അല്ലെ, എത്ര നമ്പറാണോ അവൻ മിസ്സാക്കിയത് അത് മറ്റു ദിവസങ്ങളിൽ നിന്നും അവൻ എടുക്കണം. ഇനി ഇതെന്തിനപ്പോ പിന്നെ റിപ്പീറ്റ് ചെയ്തത്? എന്തിനാ ഈ ഒരു കാര്യം വീണ്ടും റിപ്പീറ്റ് ചെയ്തത്? അപ്പോൾ നമുക്കറിയാം ഈ ഒരു കാര്യം മുമ്പ് വന്നത് എന്തിന്റെ കൂടെയാണ്? ചോയ്സിന്റെ കൂടെ അല്ലെ? നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ഫിദിയ കൊടുക്കാം എന്ന് പറഞ്ഞതിന്റെ കൂടെയാണ് കഴിഞ്ഞ ആയത്തിൽ ഈ ഒരു കാര്യം വന്നത്. പക്ഷെ നമുക്കറിയാം ആ ചോയ്സ് ഇപ്പൊ നസ്ഖ് ചെയ്യപ്പെട്ടു അല്ലെ? ആ ഫിദിയ കൊടുക്കാനുള്ള ചോയ്സ് എന്ന് പറയുന്നത് ഇപ്പൊ നസ്ഖ് ചെയ്യപ്പെട്ടു. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഒന്നും കൂടെ ക്ലിയർ ആക്കുകയാണ്. നിങ്ങൾക്ക് അവിടെ ആ ആയത്തിൽ ആ ഒരു ഭാഗം നസ്ഖ് ചെയ്താലും അവിടെ നിങ്ങൾക്ക് ഞാൻ തന്ന ഒരു ഒഴിവുകഴിവുണ്ടായിരുന്നു അല്ലെ? ഒരു എക്സെപ്ഷൻ, ഒരു റുഖ്സ ഉണ്ടായിരുന്നു. അത് നസ്ഖായിട്ടില്ല. കാരണം നിങ്ങൾക്ക് വയ്യാതിരിക്കങ്ങളിൽ രോഗിയാണെങ്കിൽ അല്ലെങ്കിൽ യാത്രയിലാണെങ്കിൽ എക്സെപ്ഷൻ ഉണ്ട്, ആ ഒരു പെർമിഷൻ ഉണ്ട് അല്ലെ? അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന ഒരു എളുപ്പമുണ്ട്, അത് നസ്ഖ് ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അതിവിടെ എടുത്ത് പറയാണ്.
ഓക്കെ, അതേപോലെ തന്നെ ഇപ്പോഴും രോഗികൾക്കും എന്താണ് യാത്രക്കാർക്കും എന്തുണ്ട്, ആ കുറച്ച് ദിവസങ്ങളിൽ നോമ്പ് ഒഴിവാക്കിയാൽ അവരത് പിന്നെ വേറൊരു ദിവസം എടുത്തു വീട്ടാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അല്ലാത്തവർക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. എന്താണ്, ഫൽ യസുംഹുലെ, അവര് നോമ്പെടുക്കട്ടെ. ومن كان مريضا أو على سفر فعدة من أيام أخر يريد الله بكم യുസ്ര, അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്. വല യുരീദു ബിക്കുമുൽ ഉസ്ര, അവന് നിങ്ങൾക്ക് പ്രയാസത്തിന് ഉദ്ദേശമില്ല. യുരീദു ഇറാദ, റോ വാവ് ദൽ, ഇന്റൻഷൻ. ഓക്കെ, എന്തെങ്കിലും ഒരു കാര്യത്തിന് ഉദ്ദേശിക്കുക. എന്തിനാണ് നമ്മൾ ഒരു കാര്യം ചെയ്യുന്നത്, എന്താണ് ആ കാര്യം ചെയ്യുന്നതിലൂടെ നമ്മൾ കിട്ടാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെ? എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അതുകൊണ്ട് ഒരു റിസൾട്ട് ഉണ്ടാവില്ല. അപ്പൊ എന്താണ് അതിന് വരുന്ന റിസൾട്ട്? അങ്ങനെയുള്ള ഉദ്ദേശങ്ങൾക്കാണ് ഇറാദ എന്ന് പറയുന്നത്. യുരീദു, അള്ളാഹു ഉദ്ദേശിച്ചു. ഓക്കെ, അവൻ ഉദ്ദേശിച്ചു. അപ്പം ആരൊക്കെ ഉണ്ടോ അവരൊക്കെ നോമ്പെടുക്കണം എന്ന് പറഞ്ഞത് കൊണ്ട്, നോമ്പ് നിർബന്ധമായിട്ടും എടുക്കണം എന്ന് പറഞ്ഞത് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങളെ ജീവിതം പ്രയാസമാക്കാൻ വേണ്ടിയിട്ടല്ല. ഓക്കെ, അള്ളാഹ്ക്ക് നിങ്ങൾക്ക് എളുപ്പം തരാൻ വേണ്ടിയിട്ടാണ്. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര, അള്ളാഹു നിങ്ങൾക്ക് യുസ്രാണ്, യാസീൻ റോ, എളുപ്പം. ഓക്കെ, വല യുരീദു ബിക്കുമുൽ ഉസ്ര, ഉസ്ര ഐൻ സീൻ റോ, പ്രയാസം. എന്തുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഇങ്ങനെ പറയുന്നത്, യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര വല യുരീദു ബിക്കുമുൽ ഉസ്ര എന്ന്? അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞിട്ടുണ്ട്, അല്ലെ? നിങ്ങൾ രോഗികളോ യാത്രക്കാരോ ആണെങ്കിൽ നിങ്ങൾ അപ്പൊ തൽക്കാലം നോമ്പ് ഒഴിവാക്കിയിട്ട് പിന്നീട് എടുത്തോ, അല്ലെ? അള്ളാഹ്ക്ക് നിങ്ങൾക്ക് എളുപ്പമാണ് വേണ്ടത്, അള്ളാഹ്ക്ക് നിങ്ങൾക്ക് പ്രയാസം തരാൻ യാതൊരു ആഗ്രഹവും ഇല്ല. സുബ്ഹാനല്ലാഹ്, അള്ളാഹ്ക്ക് അറിയാം രോഗികൾക്ക് പ്രയാസാണ്, യാത്രക്കാർക്ക് പ്രയാസാണ്. അതുകൊണ്ട് അള്ളാഹ് പറയാണ്, കുഴപ്പമില്ല, നിങ്ങൾ ആ സമയത്ത് എടുക്കണ്ട, പിന്നെ എടുത്താൽ മതി. എനിക്ക് എന്താണ്, നിങ്ങൾക്ക് പ്രയാസം തരാൻ യാതൊരു താല്പര്യമില്ല. നമ്മുടെ ദീൻ എന്ന് പറയുന്നത് പ്രയാസാണോ? ഇമ്പോസിബിൾ ആണ്, അസാധ്യമായ കാര്യമാണോ നമ്മുടെ ദീനിൽ പറയുന്നത്? അല്ല, അല്ലെ? എളുപ്പമാണ്. സുബ്ഹാനല്ലാഹ്. പക്ഷേ ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ എളുപ്പത്തിനെ പോലും പ്രയാസമാക്കി കാണിക്കാൻ ഇബ്ലീസിന് കഴിയും. എല്ലാവർക്കും വന്നിട്ട് ഇബ്ലീസിന് അത് കാണിച്ചു തരാൻ പറ്റും. അതിൽ നിന്ന് ആരും മുക്തരല്ല. ഓക്കെ, അതൊക്കെ ഭയങ്കര പ്രയാസ, അങ്ങനെ ചെയ്യാൻ കഴിയൂല, ഇന്നത്തെ കാലത്ത് അത് നടക്കൂല, അല്ലെങ്കിൽ എന്റെ സാഹചര്യത്തിൽ അത് നടക്കൂല, അല്ലെ? ഓരോ കാര്യത്തിലും അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു തആല തന്ന എല്ലാ എളുപ്പങ്ങളെയും പ്രയാസമാക്കാൻ വേണ്ടിയിട്ട് ഇബ്ലീസിന് ഒരു പ്രത്യേക കഴിവാ. സുബ്ഹാനല്ലാഹ്. അല്ലെ? നോമ്പ് പോലും ഭയങ്കര പ്രയാസമായിട്ട് കാണുന്ന ആളുകളുണ്ട്, അല്ലെ? ഒരു മാസം മുഴുവനും, പലപ്പോഴും 29 നോമ്പ് അവസാനിക്കുന്നു പറഞ്ഞ മാസങ്ങളിൽ 30 എന്ന് കേട്ട് കഴിഞ്ഞാല് വിഷമിക്കുന്ന കുറെ ആൾക്കാരെ കാണാറുണ്ട്. സുബ്ഹാനല്ലാഹ്, ആ ഒരു നോമ്പിന് ഭയങ്കര പ്രയാസമായിട്ട്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് പ്രയാസം ഉദ്ദേശിക്കുന്നില്ല, അല്ലെ? നമുക്ക് ഇനി അഥവാ പ്രയാസമാണെന്ന് വിചാരിക്കുക, പ്രയാസം ഇല്ലാണ്ട് സ്വർഗം കിട്ടുമോ? നിങ്ങൾക്ക് പ്രയാസമായി തോന്നുന്നെന്ന് വിചാരിക്കുക, പ്രയാസമില്ലാതെ സ്വർഗം കിട്ടുമോ? അപ്പൊ നമ്മൾ കുറച്ചൊരു എഫേർട്ട് നമ്മൾ ഇടണം, അല്ലെ? കുറച്ചൊരു ഹാർഡ് വർക്ക് നമ്മൾ ഇട്ടാൽ തന്നെ നമുക്ക് എന്ത് കാര്യത്തിലും റിസൾട്ട് കിട്ടുള്ളൂ. ഐഹികമായ എന്തെങ്കിലും കാര്യം നമുക്ക് വെറുതെ ഇരുന്നിട്ട് നമ്മളെ മുമ്പിലേക്ക് എത്തുന്നുണ്ടോ? നമ്മൾ പണിയെടുത്തിട്ട് തന്നെയല്ലേ കിട്ടുന്നത്, എന്ത് കാര്യമാണെങ്കിലും. അതുപോലെ അതിനേക്കാൾ നമ്മൾ എത്രയോ വിശേഷപ്പെട്ടതാണ് സ്വർഗം, അല്ലെ? അപ്പൊ നമ്മൾ വെറുതെ ഉണ്ടാക്കിയിട്ടുള്ളതല്ല. ഇവിടെ ഹസിബ്തും അന്നമ ഖലഖനാകും അബസ, സൂറത്ത് മുഅ്മിനൂൻ 115. നിങ്ങൾ വെറുതെ ഉണ്ടാക്കിയതാന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, അല്ലെ? അള്ളാഹു സുബ്ഹാനഹു തആല വെറുതെ നമ്മളെ ഇങ്ങോട്ട് പടച്ചു വിട്ടതെന്ന് വിചാരിക്കുന്നുണ്ടോ? അല്ലല്ലേ? തമാശക്ക് വേണ്ടിയിട്ടിട്ടതല്ല. നമുക്ക് ജീവിതം തന്നിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹു സുബ്ഹാനഹു തആല ഇബാദത്ത് ചെയ്ത് തെളിയിച്ച് കാണിച്ചു കൊടുത്തിട്ട് റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കാരുണ്യം കൊണ്ട് അള്ളാഹ് തന്ന എല്ലാ കൽപ്പനകളും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഈ യുസ്ര എന്ന് പറയുന്ന വാക്കിന്റെ ശരിയായ അർത്ഥത്തിലേക്ക് നമുക്കൊന്ന് നോക്കണം. ഓക്കെ, യുസ്ര എന്ന് പറയുമ്പോൾ ഭയങ്കര സിമ്പിൾ ആയിട്ട് ഇങ്ങനെ വെറുതെ പാട്ടും പാടി പോണ കാര്യമൊന്നുമല്ല യുസ്ര. യുസ്ര എന്ന് പറഞ്ഞാൽ സാധ്യമായ കാര്യമാണ്. ഓക്കെ, പോസിബിൾ ആണ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അങ്ങനെയാണ് അത് എളുപ്പാവുന്നത്. ഓക്കെ, ഇപ്പം ഒരു ഉദാഹരണം പറയാം. യസ്റൽ ഫറസ ലി റുക്കൂ എന്ന് പറയും. ഓക്കെ, ഫറസ ഒരു കുതിരയെ അതിന്റെ യാത്രയ്ക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. ഓക്കെ, അതിനുവേണ്ടി തയ്യാറാക്കിയിരിക്കുന്നു. ആ കുതിരയുടെ പുറത്ത് കയറി യാത്ര ചെയ്യാൻ വേണ്ടി ഒരു കുതിരയെ തയ്യാറാക്കിയിരിക്കുന്നു എന്ന് പറയാം. ഓക്കെ, അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ അവിടെ എളുപ്പമാക്കാണ്, യസ്സറാക്കാണ്, എളുപ്പമാക്കുക ചെയ്തത്. പക്ഷെ കുതിര പുറത്ത് കയറാൻ പോകുന്ന ആൾ, അതോ എനിക്ക് പേടിയാ, എനിക്ക് കുതിരനെ പേടിയാ, അല്ലെങ്കിൽ എനിക്ക് എങ്ങനെയാ കയറി ഇരിക്കാന്ന് അറിയൂല. പക്ഷെ ഞാൻ പറയാണ്, ഇല്ല, കുതിരനെ യാത്രക്ക് വേണ്ടി, കുതിര എളുപ്പമാണ്, കുതിര സവാരിക്ക് വേണ്ടി എളുപ്പാക്കി വെച്ചിരിക്കുക. ഇങ്ങനെയാണ് അവിടെ എളുപ്പാക്കുന്നത്. എനിക്ക് ഭയങ്കര പേടിയാ, അല്ലെ? ഇങ്ങനെ അവിടെ എളുപ്പാക്കിയിട്ടുള്ളത്, ഒന്ന്, ഈ കുതിര ട്രെയിൻ ചെയ്യപ്പെട്ട കുതിരയാണ്, നിങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്യപ്പെട്ട കുതിരയാണ്. കുതിരയുടെ മേലെ കയറി ഇരിക്കാൻ ഒരു സാഡിൽ, അല്ലെ, ആ ഒരു ഇരിപ്പിടം ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ കുതിരയുടെ കടിഞ്ഞാൺ തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ആകെ എന്താ ചെയ്യേണ്ടത്? ആ പേടി മാറി കയറി ഇരുന്ന് അങ്ങ് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാവുക. മനസ്സിലായോ?
അപ്പൊ യുസ്ർ എന്ന് പറയുന്നത് വെറുതെ ഇങ്ങനെ പാട്ടും പാടി നടന്ന് ഉറങ്ങി ഭക്ഷണം കഴിച്ച് നടക്കാന്നുള്ള അങ്ങനെ എളുപ്പാണെന്നല്ല ദീന്. ഓക്കെ, അതാ ഒരു എളുപ്പമല്ല ഉദ്ദേശിച്ചത്. പക്ഷെ യുസ്ർ എന്ന് പറയുന്നത് ദീനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ എല്ലാ കൽപ്പനകളും സാധ്യമാണ്, പോസിബിൾ ആണ്. അതിനുള്ള എല്ലാ സാധനങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല സജ്ജീകരിച്ച് തന്നിട്ടുണ്ട്. ഹിദായത്ത് ഖുർആൻ വഴി നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? നമ്മൾ ഖുർആൻ വഴി അത് മനസ്സിലാക്കുമ്പോൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ടെന്ന് നമുക്കറിയാം. ഇനി എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രയാസങ്ങൾ വരും. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, ദാ വസ്തഈനു ബിസ്സബ്രി വസ്സലാ, നിങ്ങൾ എന്നോട് സഹായം ചോദിക്കുക, സ്വബറും പ്രയറും ദുആയും കൊണ്ട് നിങ്ങൾ സഹായം ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് സഹായം തരും. അതിനിടക്ക് പ്രയാസങ്ങൾ വരും, വീണ്ടും നിങ്ങൾ ക്ഷമിക്കുക, വീണ്ടും നിങ്ങൾ ദുആ ചെയ്യുക. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ കുതിരയുടെ സാഡിൽ റെഡിയാണ് അല്ലെ, ഇരിപ്പിടം റെഡിയാണ്, കുതിരയെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്, കുതിരയുടെ കടിഞ്ഞാൺ നമ്മളെ കയ്യിലുണ്ട്. പക്ഷെ കയറി ഇരുന്ന് യാത്ര ചെയ്യാൻ നമ്മൾ തയ്യാറില്ലെങ്കിൽ പോയില്ലേ കാര്യം? ഇങ്ങനെ സെറ്റായ കുതിരന്റെ മുകളിൽ കയറി ഇരുന്ന് യാത്ര ചെയ്താൽ മതി, ബാക്കി അങ്ങ് പോയിക്കോളും. അപ്പൊ നമ്മളുടെ എല്ലാ ജീവിതം മുഴുവനും അങ്ങനെയാണ്. സുബ്ഹാനല്ലാഹ്, ഈ ദീൻ മുഴുവനും അങ്ങനെയാണ്. എളുപ്പം എന്ന് പറയുന്നത് വെറുതെ ഇങ്ങനെ ഉറങ്ങി തിന്ന് തീർത്ത് കഴിഞ്ഞാൽ എളുപ്പാവുന്നല്ല. നമ്മൾ അതിനു വേണ്ടി ഇറങ്ങി കഴിഞ്ഞാല് നമുക്ക് എളുപ്പമാവും. സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒക്കെ ജീവിതം എന്തായിരുന്നു അല്ലെ? ആ പ്രയാസങ്ങളുടെ ഒരു പകുതി പോയിട്ട് ഒരു 10% പോലും നമുക്കാർക്കും വന്നിട്ടില്ല. എന്നിട്ടും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനായിരുന്നു. എങ്ങനെ അതിനെ തരണം ചെയ്തു? മലക്കായിരുന്നില്ല അല്ലെ? എങ്ങനെ തരണം ചെയ്തു? തയ്യാറായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം തേടിക്കൊണ്ട് ഈ എളുപ്പമുള്ള ദീൻ ജീവിച്ച് കാണിച്ചു തരാൻ വേണ്ടി തയ്യാറായിരുന്നു. നമ്മളുടെയൊക്കെ കയ്യിൽ ഇതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല തന്ന അവസരങ്ങളുണ്ട്. വ്യത്യസ്തമായ രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ കുതിരയെ തയ്യാറാക്കി തന്നിട്ടുണ്ട്. നിങ്ങളൊന്ന് കയറി ഇരുന്നൊന്ന് യാത്ര ചെയ്ത് നോക്കുകയെന്ന്. പക്ഷെ നമ്മൾ പകച്ചു നിൽക്കുക. ഇപ്പോഴും നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും ആദ്യത്തെ ഹിറ്റിന്റെ മുകളിൽ ഏറ്റവും ആദ്യം നമ്മളെ ഹിറ്റ് ചെയ്ത പ്രശ്നത്തിന്റെ മുമ്പിൽ, ഇല്ല എനിക്ക് പരീക്ഷ വേണ്ട, എന്നെ കൊണ്ട് പറ്റൂല. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് നമുക്ക് ദീൻ പ്രയാസാണെന്ന് പറയാ. നമ്മളൊന്ന് കയറി അങ്ങ് യാത്ര ചെയ്ത് നോക്കട്ടെ അല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല തന്ന ഹിദായത്ത് ഇങ്ങോട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ചെയ്യാൻ ശ്രമിച്ചിട്ട് പറ്റൂലെങ്കിൽ വീണ്ടും 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 ശ്രമിച്ചിട്ട് ദുആ ചെയ്തിട്ട് പ്രതീക്ഷ കൈവിടാതെ നമ്മൾ ശ്രമിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത്ര എളുപ്പമുള്ള കാര്യം വേറെ ഇല്ല. അതുവഴി നമുക്ക് ഒരുപാട് പേർക്ക് നമ്മുടെ ജീവിതം കാണിച്ചു കൊടുക്കാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത പോലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും തയ്യാറായത് കൊണ്ടാണ് അത്രയും അടുത്ത ലെവലുകളിലേക്ക്, ഓരോ നബിമാരും അങ്ങനെയാണ്. സുബ്ഹാനല്ലാഹ്, അവർ അടുത്തടുത്തടുത്ത ലെവലുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ ആദ്യത്തെ ലെവലിൽ സ്റ്റക്ക് ആയതുകൊണ്ടാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തത്. ഓരോന്നിനെയും തരണം ചെയ്ത് നമ്മൾ പോയേ മതിയാവും. സുബ്ഹാനല്ലാഹ്. ഓരോരുത്തരുടെയും ഭയങ്ങൾ ഡിഫറെന്റ് ആണ്, ഓരോരുത്തരുടെയും സ്ട്രെങ്ത്തുകൾ ഡിഫറെന്റ് ആണ്, ഓരോരുത്തരുടെയും വീക്ക്നെസ് ഡിഫറെന്റ് ആണ്. ഇതിന് ഓരോന്നിനെയും നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ നമ്മൾ തയ്യാറായാൽ മാത്രം മതി. ടൂൾസ് ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ദീൻ യുസ്രാവുന്നത്. ഓക്കെ, നമ്മൾ വിചാരിച്ച പോലെ ഭയങ്കര സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ഒരു വീട്ടിലിരുന്ന് ഒരു ജ്യൂസ് ഒക്കെ കുടിച്ചിരുന്ന് വർത്താനം പറയുന്ന പോലത്തെ സംഭവമല്ല. സാധ്യമാണ്. നമ്മൾ അതിന്റെ ഇറങ്ങി തിരിച്ചാൽ എല്ലാം സാധ്യമാണ്. നമ്മൾ പറഞ്ഞു, കുത്തിബ അലൈക്കും സുയാമു ഖമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ മുമ്പുള്ള ആളുകൾ നോമ്പെടുത്തിരുന്നു, അപ്പൊ നിങ്ങൾക്ക് നോമ്പെടുത്തൂടെ? എടുക്കാം. അതേപോലെയാണ് യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര വലാ യുരീദു ബിക്കുമുൽ ഉസ്ര. മതം എളുപ്പമാണ്. പലതും നമ്മൾ അത് ചെയ്യാൻ കഴിയില്ല ഇത് ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ നമ്മൾ വിചാരിച്ച പല കാര്യങ്ങളും സുബ്ഹാനല്ലാഹ് നമ്മൾ തന്നെ ഇപ്പൊ ചെയ്ത് കാണിക്കുന്നുണ്ട് അല്ലെ? നമുക്ക് പറ്റൂല എന്ന് വിചാരിച്ചാൽ പലതും സുബ്ഹാനല്ലാഹ് നമുക്കിപ്പോ ചെയ്യാൻ പറ്റുന്നുണ്ട് വളരെ ഈസി ആയിട്ട്. സുബ്ഹാനല്ലാഹ്, അങ്ങനെയാണ് അത് ഈസി ആയത്. നമ്മൾ അതിന് തയ്യാറായത് കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ അതിന്റെ ടൂൾസ് ഉപയോഗിച്ചത് കൊണ്ട്, ഹിദായത്ത് ഉപയോഗിച്ചത് കൊണ്ട്, ദുആ ഉപയോഗിച്ചത് കൊണ്ട്. അങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങളും ഒന്നിനെ നമ്മൾ കൈവിടാതെ സുബ്ഹാനല്ലാഹ് ശ്രമിച്ചുകൊണ്ടിരിക്കുക, ദുആ ചെയ്തുകൊണ്ടിരിക്കുക, ഫെയിൽ ആയിക്കോട്ടെ വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുക. ചുറ്റുപാട് നോക്കണ്ട, അവരൊരുപാട് മുമ്പോട്ട് ഓടിയല്ലോ, അവർ ആ കാര്യത്തിൽ ഭയങ്കര സംഭവമാണ് നോക്കണ്ട. ഇത് ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ ആയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുള്ളതാ. എനിക്ക് വേണ്ടി തന്നിട്ടുള്ള ഖുർആൻ എന്റെ കയ്യിലുണ്ട്. സുബ്ഹാനല്ലാഹ്, അത് ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ എന്റെ അപ്പുറത്തിരിക്കുന്ന ആളെ മനസ്സിലാക്കുന്ന പോലെ ആവില്ല. അപ്പം എനിക്ക് തന്നിട്ടുള്ളത് എനിക്ക് ആവശ്യമുള്ള ടൂൾസ്, അത് ഉപയോഗിച്ച് ഞാൻ ശ്രമിച്ച് മുന്നോട്ട് കൊണ്ടുപോവാം. അപ്പം ഈ നോമ്പൊക്കെ വരുമ്പോ സുബ്ഹാനല്ലാഹ്, ഞാൻ പറഞ്ഞല്ലോ എങ്ങനെയാ പഠിച്ചോനെ നോമ്പ് റമളാൻ വരുമ്പോ ഒരുപക്ഷെ പലർക്കും ആ ഒരു ശീലം മൊത്തം മാറാണല്ലോ അല്ലെ? നോമ്പ് തുടങ്ങുക എങ്ങനെയാ? ആദ്യത്തെ ദിവസം വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങ് പോകും അല്ലെ? വലിയ പ്രശ്നമില്ല. രണ്ടാമത്തെ ദിവസം അതിനേക്കാളും കൂളായിട്ട് പോകും. അങ്ങനെ നോമ്പ് തുടങ്ങുന്നതും കാണാം തീരുന്നതും കാണാം. അപ്പൊ അത് അത്രയും സിമ്പിളാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദീൻ അത്രയും എളുപ്പാക്കിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. കാരണം അത് നമുക്ക് വേണ്ടി നമ്മുടെ റബ്ബ് ഉണ്ടാക്കിയിട്ടുള്ളതാ, മനുഷ്യന്മാരുണ്ടാക്കിയിട്ടുള്ളതല്ല. മനുഷ്യന്മാരുണ്ടാക്കി കഴിഞ്ഞാൽ പ്രയാസം ഉണ്ടാവും. കാരണം മനുഷ്യന്മാർക്ക് എല്ലാവരെയും ആവശ്യങ്ങളും എല്ലാവരെയും അവസ്ഥകളും മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ. ഇത് റബ്ബ് ഉണ്ടാക്കിയിട്ടുള്ളതാ നമ്മുടെ ദീൻ. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. ഒരു നഫ്സിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് താങ്ങാനാവുന്നതിനപ്പുറം സഹിപ്പിക്കൂല, ഭാരം ചുമപ്പിക്കൂല. സുബ്ഹാനല്ലാഹ്.
അപ്പം എപ്പോഴും എന്ത് വരുമ്പോഴും പറയാ നമ്മളടുത്ത് ഐ ക്യാൻ ഡു ഇറ്റ്, എനിക്ക് പറ്റും, റബ്ബ് തന്നതാണ്. ഓക്കെ, റബ്ബ് ചെയ്യാൻ പറഞ്ഞത്, റബ്ബിന്റെ സഹായത്തോടെ എനിക്ക് പറ്റും. എന്തും അത്രേ ഉള്ളൂ. ഞാൻ ചെയ്യുന്നുണ്ട്, നീ ചെയ്യുന്നുണ്ടോ എന്നുള്ളതല്ല. എന്റെ റബ്ബിന്റെ സഹായത്തോടെ എനിക്ക് പറ്റും, ഞാൻ ശ്രമിക്കുന്നുണ്ട്, ഐ എം വർക്ക് ഇൻ പ്രോഗ്രസ്. ഓക്കെ, ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് കാര്യം ചിലപ്പോൾ ഇന്ന് പറ്റൂലായിരിക്കും, നാളെ പറ്റൂലായിരിക്കും, മറ്റന്നാളും പറ്റൂലായിരിക്കും, പക്ഷെ ശ്രമിക്കുക. അപ്പം എന്ത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ എന്ത് കൽപ്പന വന്നു കഴിഞ്ഞാലും എനിക്ക് ചെയ്യാൻ പറ്റും. ഏതൊരു ഇബാദത്താണെങ്കിലും, നമസ്കാരമാണെങ്കിലും, ഖുർആൻ ഓത്താണെങ്കിലും, നമ്മുടെ കൈ ഉയർത്തി റബ്ബിന്റെ അടുത്ത് ദുആ ചെയ്യുന്ന, കാരണം പലപ്പോഴും അതിനകത്ത് പോലും പലരും വീക്കാ, റബ്ബിന്റെ അടുത്ത് സംസാരിക്കുന്ന കാര്യത്തിൽ പോലും നമ്മളൊക്കെ പലപ്പോഴും വീക്കാവാറുണ്ട് അല്ലെ. അപ്പം ഓരോന്നും നമുക്ക് പ്രയാസം തോന്നും, ചെയ്തിട്ടില്ലെങ്കിൽ, ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ ഒക്കെ എളുപ്പമാവും. എന്തും തുടങ്ങുക ഭയങ്കര പ്രയാസം അല്ലെ. ഖുർആൻ ഓതി തുടങ്ങുമ്പോൾ അല്ലാ ഒരു പേജോ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അതങ്ങനെ നമുക്ക് ശീലമാക്കി പോയി കഴിഞ്ഞാൽ ഒരു പേജൊക്കെ ദാന്ന് പറയുമ്പോഴേക്ക് പോകുന്നത് കാണാം അല്ലെ. പഠിക്കുന്നത് 5 ആയത്തോ എന്ന് നമ്മൾ വിചാരിക്കും അല്ലെ, ഒരാഴ്ചയിൽ 5 ആയത്തോ. പക്ഷെ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ അതിനപ്പുറവും നമുക്ക് ചെയ്യാൻ പറ്റും. ആ രീതിയിലാണ് ദീൻ എളുപ്പം. നമ്മുടെ മനസ്സ് തയ്യാറായി കഴിഞ്ഞാൽ ദീനിൽ പ്രയാസങ്ങൾ ഇല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല തന്ന ടൂൾസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദീനിൽ പ്രയാസങ്ങളില്ല. അപ്പൊ നോമ്പ് തുടങ്ങുമ്പോൾ അതോ നോമ്പ്, അതിന്റെ പുറമെ തറാവേ, എന്റെ രാത്രി നിസ്കാരം എത്ര നേരം നിൽക്കണം അല്ലെ, എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് പറയാം. എന്റെ റബ്ബിന്റെ സഹായത്തോടു കൂടി എനിക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റും. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര വലാ യുരീദു ബിക്കുമുൽ ഉസ്ര വലിതുക്മിലുൽ ഇദ്ദത. തുക്മിലു എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ചെയ്യുക. കാഫ് മീം ലാം കമാൽ. ഓക്കെ, കമാൽ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനം കംപ്ലീറ്റ് ചെയ്യുക, എന്തെങ്കിലും ഒരു സാധനം ഫുൾ ആക്കുക, പെർഫെക്റ്റ് ആക്കുക എന്നുള്ളത്. അപ്പം ആ ഒരു ഇദ്ദ, ആ ഒരു നമ്പർ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. അതായത് ആ ഒരു മാസത്തെ നോമ്പ് മുഴുവനും നിങ്ങൾ നോൽക്കുക. അള്ളാഹു ഇങ്ങനെ ഒരു അവസരം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതായത് ട്രാവൽ ചെയ്യുന്നവർക്ക്, യാത്ര ചെയ്യുന്നവർക്ക്, രോഗികൾക്ക് നിങ്ങൾ ഇപ്പൊ ഫാസ്റ്റ് ചെയ്യേണ്ട, പക്ഷെ ആ നോമ്പുകൾ നിങ്ങൾ പിന്നീട് എടുത്തു വിട്ട അല്ലെ. അല്ലെങ്കിൽ ഒരു മെൻസസ് ആയിട്ടുള്ള ഒരു സ്ത്രീ ആണെങ്കിൽ അവളുടെ പീരിയഡ്സിന്റെ സമയം ചിലപ്പോൾ ഒരു 4 5 നോമ്പൊക്കെ അല്ലെങ്കിൽ 5 10 നോമ്പോ അവൾക്ക് മിസ്സായിട്ടുണ്ടാവും. അത് പിന്നീട് എടുത്ത് വിട്ട. നമസ്കാരത്തിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു നിർബന്ധമില്ല, അത് നമുക്കറിയാം അല്ലെ. നോമ്പിന്റെ കാര്യത്തിൽ പക്ഷെ എന്താണ്, അതിന്റെ എണ്ണം കംപ്ലീറ്റ് ആക്കണം. വലിതുക്മിലുൽ ഇദ്ദത, എണ്ണം കംപ്ലീറ്റ് ആക്കണം. അപ്പൊ ഏത് രീതിയിലും നമ്മൾ നോമ്പ് മിസ്സാക്കിയിട്ടുണ്ടെങ്കിൽ നോമ്പിന്റെ ഒബ്ലിഗേഷൻ ഭയങ്കര സ്ട്രോങ് ആണ്. അത് നിർബന്ധമായിട്ട് നമ്മൾ എടുത്ത് വീട്ടണം. ഒരു രോഗിയാണെങ്കിലും, ഒരു പ്രഗ്നന്റ് വുമൺ ആണെങ്കിലും, ഒരു പാല് കൊടുക്കുന്ന ഉമ്മയാണെങ്കിലും ആ ഒരു നോമ്പ് പിന്നീട് എടുത്ത് വീട്ടണം. വലിതുക്മിലുൽ ഇദ്ദത, ആ ഇദ്ദ നമ്പർ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. ചിലര് പറയും പണ്ടൊക്കെ അല്ലെ, പലർക്കും ഒരുപക്ഷെ അറിയാതിരുന്ന കാലത്ത് എത്ര മിസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയൂല, എന്റെ കയ്യിൽ എനിക്കുണ്ട്, പെൻഡിങ് ഉണ്ടല്ലേ, പക്ഷെ എത്ര ഉണ്ടെന്ന് അറിയൂല. കണ്ടുപിടിക്കാൻ നോക്കാം. ഓക്കെ, കണ്ടുപിടിക്കാൻ നോക്കാം ഏകദേശമെങ്കിലും. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു നമ്മളെ ഡിസ്കഷനിൽ, നമ്മളെ കൊണ്ട് പറ്റുന്നതിന്റെ ബെസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പം പീരിയഡ്സ് ഒക്കെ ആയിട്ടുള്ള നോമ്പുകൾ വീട്ടാത്ത ആൾക്കാർക്ക് ഉണ്ടാവും, അറിയാത്തത് കൊണ്ട്, ഇത്രയും നിർബന്ധമാണെന്ന് അറിയാത്തത് കൊണ്ട്. അപ്പൊ ഏകദേശം ഇത് എത്ര വർഷം മുതലാണ് എനിക്ക് തുടങ്ങിയത്, അപ്പം ഏകദേശം എത്ര നോമ്പുകൾ നഷ്ടപ്പെടാറുണ്ടായിരുന്നു എന്നാണ് ഞാൻ അതിനെ സീരിയസ് ആയിട്ട് കാണുന്നത്. അപ്പൊ അതുവരെ ഇപ്പൊ സപ്പോസ് ഒരു 5 നോമ്പ് വെച്ചിട്ടാണ് പോവാറ് ഏകദേശം. ഓക്കെ, അപ്പൊ ഒരു 10 കൊല്ലമുണ്ട്, 50 നോമ്പ്. ഓക്കെ, അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് വലിതുക്മിലുൽ ഇദ്ദത, കംപ്ലീറ്റ് ചെയ്യുക, നമ്പർ എഴുതി വെക്കുക, ഓരോന്നായിട്ട് എടുത്ത് തീർക്കുക. വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും. വലിതുകബ്ബിറു എന്താണ്, നിങ്ങൾ തക്ബീർ ചെയ്യുക അല്ലെ, നിങ്ങൾ പ്രകീർത്തിക്കുക അല്ലാഹു സുബ്ഹാനഹു വതആല. തുകബ്ബിറു, തക്ബീർ, കാഫ് ബാ റ. കബുറ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വളരെ മഹത്തായത്, വളരെ വലിയ കാര്യങ്ങൾക്കാണ് കബുറ, കബീർ എന്നൊക്കെ പറയുന്നത്. അപ്പൊ തുകബ്ബിറു, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മഹത്വത്തെ, അള്ളാഹുവിനെ വാഴ്ത്തുക. അല്ലാഹു അക്ബർ അല്ലെ, വലിതുകബ്ബിറുല്ലാഹ്, അല്ലാഹു അക്ബർ, തക്ബീർ. എന്തിനു വേണ്ടിയിട്ട്? അലാ മാ ഹദാകും, അവൻ നിങ്ങൾക്ക് ഹിദായത്ത് തന്നതിന്. എപ്പോഴാണ് നമ്മൾ ഈ തക്ബീർ പറയാറ്? റമദാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ലേ, ആ മഗ്‌രിബ് കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് ഇതാണെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരു ഫീലിംഗ് ആണ് അല്ലെ അത് കേൾക്കുമ്പോൾ, സുബ്ഹാനല്ലാഹ്. അപ്പം ആ ഒരു ഈദിന്റെ സമയത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക? തക്ബീറാത്ത്, നമ്മൾ നമസ്കാരത്തിലേക്ക് പോകുന്നത് വരെ, ഈദുൽ ഫിത്റിൽ നമ്മൾ നമസ്കാരം വരെ എന്താണ് തക്ബീറാത്ത് ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വതആല തക്ബീർ ചെയ്യും. നമസ്കാരം കഴിയുന്നതോടുകൂടി നിർത്തും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല തക്ബീർ ചെയ്യാം. എന്തിനാണ് ഈ ഒരു സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല തക്ബീർ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്? നമ്മൾ ഈ ഒരു മാസം മുഴുവനും നോമ്പ് നോൽക്കായിരുന്നു അല്ലെ, ഖുർആൻ ഓതുന്നുണ്ടായിരുന്നു, നീണ്ട സമയങ്ങൾ 1-2 മണിക്കൂറുകളൊക്കെ നമസ്കാരത്തിൽ നിൽക്കുന്നുണ്ടായിരുന്നു, രാത്രികൾ പലപ്പോഴും ഉറക്കം ഒഴിയുന്നുണ്ടായിരുന്നു അല്ലെ. അപ്പം ഇങ്ങനെയൊക്കെ കുറെ അങ്ങോട്ട് ചെയ്യുമ്പോഴേക്ക് സ്വാഭാവികമായും
ഞാൻ കുഴപ്പമില്ല, ഞാൻ ഒരു സംഭവമാണ് എന്നൊക്കെ ചിലപ്പോൾ തോന്നിയേക്കാം. ചെറിയൊരു പ്രൈഡ്, ചെറിയൊരു അല്ലെ ഞാൻ ഞാൻ ചിന്തകളൊക്കെ വരും അല്ലെ. ഞാൻ നല്ലതാണ്, ഞാൻ ബെസ്റ്റാണ് എന്നൊക്കെ തോന്നും. ഞാൻ അവരെക്കാളും നല്ലതാണ്, ഇവരെക്കാളും നല്ലതാണ് എന്നൊക്കെ തോന്നും. അല്ല, അള്ളാഹു ആണ് ഏറ്റവും ബെസ്റ്റ്, അള്ളാഹു ആണ് അക്ബർ, ഞാനല്ല. ഓക്കെ, എന്തിനാ ഞാൻ ഇതൊക്കെ ചെയ്തതെന്ന് മറന്നു പോകാണ്ടിരിക്കുക. അള്ളാഹ്ക്ക് വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. അള്ളാഹിന്റെ ഗ്രേറ്റ്നെസ് അല്ലെ, സുബ്ഹാനല്ലാഹ്. അപ്പം അത് തിരിച്ചറിയാൻ വേണ്ടി, അത് നമ്മളെ വീണ്ടും ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മാസമാണ് നമ്മൾ സംഭവമാവുന്ന മാസമാണ് അത് അല്ലെ. റമദാൻ എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും വലിയ വലിയ സംഭവങ്ങളാണ് നമുക്ക് തന്നെ തോന്നുന്ന മാസമാണ്. സുബ്ഹാനല്ലാഹ്, ഓരോരുത്തരും അവനവന്റെ കപ്പാസിറ്റിയിൽ. അപ്പം ഒരിക്കലും അത് തോന്നണ്ട. വലിതുക്കബ്ബിറുല്ലാ, അള്ളാഹു ആണ് അക്ബർ. അപ്പൊ അള്ളാഹുവിന്റെ കുബ്രത്തിനെ, അള്ളാഹുവിന്റെ മഹത്വത്തിനെ നിങ്ങൾ വാഴ്ത്തുക. എന്തിനു വേണ്ടിയിട്ടാണ്? അലാമ ഹദാക്കും, അവനാണ് നിങ്ങൾക്ക് ഹിദായത്ത് തന്നത്. ഏത് ഹിദായത്ത്? ഇവിടെ ഹിദായത്തു തൗഫീഖി, ഹിദായത്തുൽ അമലി അല്ലെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് എന്തൊക്കെയോ നല്ലത് ചെയ്യാനുള്ള ഒരു ഹിദായത്ത് ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. ആദ്യം നമ്മള് ഹുദൽ ലിന്നാസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മനുഷ്യന്മാർക്കൊക്കെ ഹിദായത്ത്, അള്ളാഹു ഖുർആൻ വഴി മനുഷ്യന്മാർക്കൊക്കെയും ഹിദായത്ത് കൊടുക്കുന്നുണ്ട് അല്ലെ. നിങ്ങൾ ഇത് ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യരുത് എന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്. അതിന്റെ തെളിവുകളും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ആർക്കാ? ഒരു മാസം മുഴുവനും നോമ്പെടുത്തിട്ട് പെരുന്നാളിന് വേണ്ടി തയ്യാറായിരിക്കുന്നത് ആരാണ്? അത് അള്ളാഹു സുബ്ഹാനഹു വതആല ഹിദായത്ത് തൗഫീഖ് കൊടുത്തവർ മാത്രമാണ് അല്ലെ. എന്തൊക്കെയോ നല്ലത് ചെയ്യാൻ അള്ളാഹു അവസരം തന്നിട്ടുണ്ട് നമുക്ക്. സുബ്ഹാനല്ലാഹ്, നോമ്പെടുക്കാൻ അവസരം തന്നിട്ടുണ്ട്. കുറേ ഖുർആൻ ഓതാനും, ഖുർആനെ കുറിച്ച് ചിന്തിക്കാനും, വായിക്കാനും, പഠിക്കാനും, സംസാരിക്കാനും അവസരം തന്നിട്ടുണ്ട്. മണിക്കൂറുകളോളം രാത്രി നമസ്കരിക്കാൻ അവസരം തന്നിട്ടുണ്ട് അല്ലെ. എത്തിക്കാഫിനുള്ള അവസരങ്ങൾ തന്നിട്ടുണ്ടാവും. സുബ്ഹാനല്ലാഹ്. അപ്പൊ വലിതുക്കബ്ബിറുല്ലാഹ അലാ മാ ഹദാക്കും, അള്ളാഹു തന്ന ഹിദായത്താണ് അത്. അള്ളാഹു തന്ന ഹിദായത്തു തൗഫീഖിയാണ് അത്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. അള്ളാഹു തന്നിട്ടില്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റൂലായിരുന്നു അല്ലെ. മാത്രല്ല വലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരുമായേക്കാം. ശരിക്കും റംളാനില് ഈ ഒരു നോമ്പ് നോറ്റിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലെ, നോമ്പ് നോൽക്കാൻ പറ്റാത്തത് കൊണ്ടോ നോമ്പ് നോൽക്കാത്തത് കൊണ്ടോ പിന്നെ അവർക്ക് എന്തൊരു ഇതാലേ, മറ്റേതാ എല്ലാ ഒരു ദിവസവും പോലെ ആൾക്കാർക്കൊക്കെ സന്തോഷം തോന്നുന്നുണ്ടാവും. പക്ഷെ നമ്മൾക്ക് നോമ്പെടുക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, നോമ്പ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ ആ ഒരു സന്തോഷം ഒരു പക്ഷെ നമുക്ക് തോന്നൂല അല്ലെ. അപ്പം ഒരു ആള് ആവശ്യത്തിന് അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് വേണ്ടി ഇബാദത്ത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവന് നന്ദി ഉണ്ടാവാൻ വേണ്ടി പറ്റൂല. അപ്പം സുബ്ഹാനല്ലാഹു തൗഫീഖ് തന്ന് റമളാൻ മുഴുവനും നോമ്പെടുത്ത് നീണ്ട നമസ്കാരങ്ങൾ, രാത്രി നമസ്കാരങ്ങൾ ചെയ്ത് ഖിറാഅത്ത് ഓതി, സുബ്ഹാനല്ലാഹ് ഖിറാഅത്ത് ചെയ്ത് അങ്ങനെയൊക്കെ കഴിയുമ്പോൾ നമുക്ക് എന്താണ്? അള്ളാഹുക്ക് നന്ദി കാണിക്കാൻ ഒരു കാരണമായി അല്ലേ. സുബ്ഹാനല്ലാഹ്, ലഅല്ലക്കും തഷ്കുറൂൻ, നമുക്ക് കാരണങ്ങളുണ്ട്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ അവിടേക്ക് എത്തിക്കട്ടെ. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ ആയത്തില് ചുരുക്കി പറയുകയാണെങ്കിൽ നോമ്പ് എല്ലാവരുടെ മേലും നിർബന്ധ ബാധ്യതയാണെന്ന് നമ്മൾ മനസ്സിലാക്കി. എക്സെപ്ഷൻസ് ഉണ്ട്, രോഗികളും എന്താണ് ട്രാവൽ ചെയ്യുന്നവർ അല്ലെ. എക്സെപ്ഷൻസിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ചും കൂടെ ഭംഗിയായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ആ കാര്യങ്ങളൊക്കെ ഇവിടെ ആപ്ലിക്കബിൾ ആണ് കേട്ടോ. രോഗികളുടെയും ട്രാവലേഴ്സിന്റെയും, അതായത് രോഗിയുടെയും യാത്രക്കാരുടെയും നമ്മൾ 2-3 ലെവലുകൾ പറഞ്ഞിരുന്നു. അപ്പം അതൊക്കെ ഇവിടെയും ഇതിൽ ആപ്ലിക്കബിൾ തന്നെയാണ്. അവിടെ ആ ഒരു എന്താണ് യുതീഖൂനഹു, ആ ഒരു ഭാഗം മാത്രമാണ് നസ്ഖ് ചെയ്യപ്പെട്ടതെന്ന് പറയപ്പെടുന്നത്. അതായത് ഒരു ചോയ്സ് ഉള്ള കേസ് മാത്രം. നിങ്ങൾക്ക് ഫിദ്യ കൊടുക്കാം അല്ലെങ്കിൽ നോമ്പെടുക്കാം എന്നുള്ളത് മാത്രമാണ്, ആ ഒരു അർത്ഥത്തിൽ മാത്രമാണ് അത് നസ്ഖ് ചെയ്യപ്പെട്ടത്. അപ്പം രോഗിയുടെയും സുബ്ഹാനല്ലാഹ് യാത്രക്കാരുടെയും ആ എക്സെപ്ഷൻ ഒക്കെ ഇവിടെയും വാലിഡ് ആണ്. അപ്പം നമ്മൾ മനസ്സിലാക്കിയത് നോമ്പ് നിർബന്ധമാണ് എല്ലാവരുടെ മേലും. ഇങ്ങനെ എക്സെപ്ഷൻസ് ഉണ്ട്. ഇനി അവർ ഏതെങ്കിലും കാരണത്താൽ, അതായത് ഈ എക്സെപ്ഷൻസ് കാരണം, ഈ ഒഴിവുകഴിവ് കാരണം അവർ നോമ്പ് മിസ്സാക്കി കഴിഞ്ഞാൽ അവരത് പിന്നീട് എടുത്ത് വീട്ടണം. ആൻഡ് ഒരു മാസം മുഴുവൻ നോമ്പ് എടുത്തു കഴിഞ്ഞാൽ അവർ അള്ളാഹു സുബ്ഹാനഹു വതആലയെ തക്ബീർ ചെയ്യണം. അവന്റെ മഹത്വത്തെ മനസ്സിലാക്കാൻ വേണ്ടി, വാഴ്ത്താൻ വേണ്ടി. അല്ലാതെ നമ്മളെ മഹത്വം അല്ല ഈ ഒരു മാസം എന്നുള്ളതിൽ. അപ്പൊ അത്രയധികം നമ്മൾ ഹ്യൂമിലിറ്റി, അത്രയധികം നമ്മൾ എന്താണ് താഴണം, കീഴൊതുങ്ങണം അല്ലെ. റബ്ബിന്റെ കാരുണ്യം കൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ള തിരിച്ചറിവാണ് അത്. സുബ്ഹാനല്ലാഹ്. ആൻഡ് അതിന് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തന്ന ആ ഒരു ഹിദായത്ത് തൗഫീഖ്, അത്രയും അമലുകൾ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല തന്ന ഒരു അവസരത്തിന് അവന് നമ്മൾ ശുക്റുള്ളവരും ആയിരിക്കുക. സുബ്ഹാനല്ലാഹ്. കാരണം നമ്മളൊക്കെ സുബ്ഹാനല്ലാഹ് അടുത്തൊരു റമളാന് വേണ്ടിയില്ലേ മനസ്സുകൊണ്ട് തയ്യാറെടുത്ത് ആഗ്രഹിച്ച് വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണ്. നമുക്കറിയാം കഴിഞ്ഞ വർഷം ഒരു പക്ഷെ നമ്മളുടെ കൂടെ റമളാനിൽ ഉണ്ടായിരുന്ന പലരും ഇപ്പൊ നമ്മളുടെ കൂടെ ഇല്ല. നമ്മൾ തന്നെയും ഈ പറയുന്ന, നമ്മൾ ഈ ആഗ്രഹിക്കുന്ന റമളാനിൽ ഉണ്ടാവുമോ എന്നറിയില്ല. നമുക്ക് ദുആ ചെയ്യാം റബ്ബിന്റെ അടുത്തല്ലേ.
സുബ്ഹാനല്ലാഹ്. ആ റമളാനിൽ അങ്ങനെയുള്ള ഒരു അവസരം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ കിട്ടുന്ന ഓരോ അവസരങ്ങളും നമ്മൾ കണക്കില്ലാതെ അള്ളാഹുവിനെ ഹംദ് ചെയ്തേ മതിയാവും. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. എത്ര വലിയ അവസരമാണ് അതെന്ന് നമ്മൾ മനസ്സിലാക്കിയേ മതിയാവും. അള്ളാഹു സുബ്ഹാനഹു വതആല റമളാനെ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഓരോ കൽപ്പനയും അതിനെ ഉൾക്കൊള്ളേണ്ട രീതിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യാനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും തരട്ടെ. അതിനെ ആ ഒരു ഭംഗിയോടുകൂടി മനസ്സിലാക്കി ആ ഇഷ്ടത്തോടു കൂടി റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് എന്തെയോ കടമ ചെയ്യാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഇത്ര പ്രതിഫലത്തിന്റെ എണ്ണം തികയ്ക്കാൻ വേണ്ടിയിട്ടോ അല്ലാണ്ട് അള്ളാഹ്ക്ക് ഇഷ്ടമാകാൻ വേണ്ടിയിട്ട് അള്ളാഹു നമ്മൾ ചെയ്യുന്ന ഇബാദത്ത് കണ്ട് സന്തോഷിക്കുന്നത് ആഗ്രഹിച്ചുകൊണ്ട് സുബ്ഹാനല്ലാഹ് ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. ആമീൻ. നമ്മൾ ഇന്നലെ ക്ലാസ്സിന് ശേഷം പറഞ്ഞ ചില ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു ഫിദിയയുടെ കാര്യമൊക്കെ. അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഒരു ചെറിയ ഒരു സമ്മറി തരാന്ന് വിചാരിച്ചു. കാരണം അത് കേട്ടവർക്കല്ലേ കിട്ടിയിട്ടുണ്ടാവുള്ളൂ. ലൈവ് റെക്കോർഡിങ്ങിൽ അതൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പം മെജോറിറ്റി, അതായത് പല കാര്യങ്ങളിലും മെജോറിറ്റി അഭിപ്രായങ്ങൾ വെച്ചിട്ടുള്ള ഒരു സമ്മറി. അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കൺവിൻസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യുക ഓരോരുത്തരും. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്നലെ ഫിദിയയുടെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും കുറെ നോമ്പുകൾ മിസ്സായി, അത് പിന്നീട് അവര് മേക്കപ്പ് ചെയ്യണം, എന്തായാലും അത് എടുത്ത് വീട്ടണം അല്ലെ, അടുത്ത റമളാന് മുമ്പ് അത് എടുത്ത് വീട്ടണം. അതിന്റെ കൂടെ അവര് ഫിദിയയും കൂടെ കൊടുക്കണോ എന്ന്. ശരിക്കും ജനറൽ സെൻസിൽ നമ്മൾ ഫിദിയ കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. അപ്പൊ നമുക്ക് ശരിക്കും കേൾക്കട്ടോ, എന്നിട്ട് കേട്ട് മനസ്സിലായതിനു ശേഷം നിങ്ങൾ ചിന്തിക്കുക. രോഗിയോ അല്ലെങ്കിൽ ഒരു യാത്രക്കാരനോ ആയി ഒരു 5 ദിവസമോ അല്ലെങ്കിൽ 6 ദിവസമോ, ഇനി മെൻസസ് ആയി, അല്ലെങ്കിൽ ഉമ്മമാര്, അതായത് പാല് കൊടുക്കുന്ന ഉമ്മമാര്, പ്രഗ്നന്റ് ആയിട്ടുള്ള ഉമ്മമാര്, അങ്ങനെ അവർ കുറച്ച് നോമ്പ് മിസ്സാക്കി കഴിഞ്ഞാൽ ആ ഒരു കാര്യത്തിൽ അവർക്ക് ശരിക്കും ഫിദിയ ഇല്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ എന്താ പറഞ്ഞത്? നിങ്ങൾ ആ എണ്ണം തികയ്ക്കാൻ, അല്ലെ, എണ്ണം കംപ്ലീറ്റ് ആക്കാനാ പറഞ്ഞത്. അതിനുശേഷം അല്ലെ വേറൊരു ദിവസത്തിൽ നിങ്ങൾ എണ്ണം കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ. സുബ്ഹാനല്ലാഹ്. വലിതുക്മിലുൽ ഇദ്ദത, നിങ്ങൾ ആ എണ്ണം തികയ്ക്കണം. പക്ഷേ ഒരാള് സുബ്ഹാനല്ലാഹ് കുറച്ച് നോമ്പ് മിസ്സാക്കി, അടുത്ത റമളാൻ കഴിഞ്ഞു, അടുത്ത റമളാൻ വന്നു, ആ റമളാൻ വന്നപ്പോഴും അയാള് ഈ ഒരു എണ്ണം തികച്ചിട്ടില്ല, അതായത് മിസ്സായ നോമ്പ് എടുത്തിട്ടില്ല എന്ന് വെക്കുക. ഒരു റമളാനിന് ഒരു 5 എണ്ണം മിസ്സായി, അടുത്ത റമളാൻ വന്നു, അപ്പോഴേക്കും ഈ 5 എണ്ണം എടുത്തിട്ടില്ല എന്ന് വെക്കുക. അങ്ങനെ വരുമ്പം പ്രമുഖമായിട്ടുള്ള അഭിപ്രായം അല്ലെങ്കിൽ മെജോറിറ്റി അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന പല കാര്യങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെന്നുള്ളത് മനസ്സിൽ വെക്കുക. പക്ഷെ മെജോറിറ്റി അഭിപ്രായമാണ് പറയുന്നത്. മെജോറിറ്റി അഭിപ്രായം എന്താന്ന് വെച്ചാൽ അപ്പം ഫിദിയ കൊടുക്കണം. അതായത് നോമ്പ് മിസ്സായി, എടുക്കാൻ പറ്റുന്ന ആളാണ്, പിറ്റത്തെ റമളാനുള്ളിൽ എടുക്കാൻ പറ്റുന്ന ആളാണ്, എടുക്കണം എന്ന് വിചാരിക്കുകയും ചെയ്തു, എടുക്കാൻ പറ്റിയില്ല. അപ്പൊ അടുത്ത റമളാൻ വന്നു കഴിഞ്ഞാൽ ആ ഡിലേ ആക്കിയതിന്റെ പേരിൽ ഫിദിയ കൊടുക്കണം. ഓക്കെ. കാരണം അടുത്ത റമളാൻ വരെ ആ നോമ്പ് ശരിക്കും മിസ്സാക്കാൻ പാടില്ല. ആ ഡിലേ ആക്കിയതിനുള്ള പ്രായശ്ചിത്തമായിട്ടാണ് ഈ ഒരു ഫിദിയ ഇവിടെ കൊടുക്കുന്നത്. അതിന് ആ അടുത്ത റമളാന്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ, പക്ഷെ അപ്പോഴും ആ ഫിദിയ കൊടുത്തത് കൊണ്ട് ഈ നോമ്പെടുത്ത് വീട്ടുന്നത് ആ ഒരു ബാധ്യത അയാളിൽ നിന്ന് ഒഴിവാവുന്നില്ല. നോമ്പെടുത്ത് വീട്ടുകയും വേണം. അടുത്ത റമളാനിലേക്ക് എത്തിച്ചാലാണ് ഇങ്ങനെ ഫിദിയ കൊടുക്കേണ്ടത്. ഇനി ഒരു സ്ത്രീ പ്രഗ്നന്റ് ആയതിന്റെ പേരിൽ 1 മാസം പോയി, അടുത്ത കൊല്ലം പാല് കൊടുക്കുന്നതിന്റെ പേരിൽ പോയി, അടുത്ത കുട്ടിയായി. അങ്ങനെ ഒരു 4-5 കൊല്ലം, ഓക്കെ, രണ്ട് കുട്ടികളാകുമ്പോ തന്നെ ഏകദേശം ഒരു 4 കൊല്ലം 5 കൊല്ലത്തോളം പോവും അല്ലെ. ആ 4 കൊല്ലം 5 കൊല്ലം എന്ന് പറയുമ്പോൾ സുബ്ഹാനല്ലാഹ് ഏകദേശം 150 നോമ്പുകളായി. അങ്ങനെയുള്ള കേസിൽ പണ്ഡിതന്മാര് പറയുന്നത് അവള് ഫിദിയ കൊടുത്താൽ മതി. ഓക്കെ. എടുക്കാന്ന് അവള് വിചാരിക്കുന്നുണ്ട്, അടുത്ത പ്രാവശ്യം ആകുമ്പോഴേക്കും ഇങ്ങനെ റീസൺ വന്നു, ഫിദിയ കൊടുത്തു. പിന്നെ എടുക്കാന്ന് വിചാരിച്ച അപ്പൊ വീണ്ടും ഫിദിയ മതി എന്നാണ് പറയുന്നത്. കാരണം അത്രയും നോമ്പ് ഒരു പക്ഷേ പിന്നീട്, കാരണം ഇവളുടെ പ്രായം കൂടുമായിരിക്കും, കുട്ടികൾ വളർന്നു വരുമായിരിക്കും, ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവും അല്ലെ. അപ്പൊ ഫിദിയ കൊടുത്താൽ മതി എന്നാണ് പറയുന്നത്. ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, അതായത് ഈ ഒരു വ്യൂവിനെ സപ്പോർട്ട് ചെയ്യുന്ന പണ്ഡിതന്മാര് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, നമ്മൾ മുമ്പ് നസ്ഖ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞ ഒരു ഭാഗം ഉണ്ടല്ലോ, വഅലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ തുആമു മിസ്കീൻ. ആ ഒരു ഭാഗത്തിന്, ഈ യുതീഖൂനഹു എന്ന് പറയുന്ന ഭാഗത്തിന് വേറൊരു അർത്ഥം വെച്ചിട്ട് ആ ഒരു അർത്ഥത്തിൽ ഇത് നസ്ഖ് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് പറയുന്ന ഒരു വിഭാഗം കൂടെ ഉണ്ട്. അതായത് വളരെ പ്രയാസപ്പെട്ട്
എന്നിട്ട് നോമ്പെടുക്കുന്നവർ. ചില സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഇതിന്റെ ട്രാൻസ്ലേഷനിൽ കാണാം, വളരെ പ്രയാസത്തോടു കൂടി നോമ്പെടുക്കുന്നവർ എന്ന് യുത്തിയക്കുനഹു നിങ്ങൾക്ക് ഒരു അർത്ഥം കാണാം. അങ്ങനെയുള്ളവർക്ക് എന്താണ് ഫിദിയത്തുൻ ത്വാമു മിസ്കീൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പം ഈ ഒരു കേസിൽ ഇപ്പോൾ ഒരു ഉമ്മ ഈ പറഞ്ഞ പോലെ കണ്ടിന്യൂസ് പ്രഗ്നൻസിയും കണ്ടിന്യൂസ് ഫീഡിങ് ഒക്കെ കാരണം ഒരു 4-5 കൊല്ലത്തെ നോമ്പ് മിസ്സായി 150 നോമ്പിലേക്ക് എത്തി. അവൾക്കത് ഭയങ്കര പ്രയാസമാണ് അല്ലെ. പിന്നീടും അവളുടെ ആരോഗ്യസ്ഥിതി ഒരു പക്ഷേ കുറെ ഡെലിവറി ഒക്കെ കഴിയുമ്പോൾ ആരോഗ്യസ്ഥിതിയൊക്കെ കാരണം 150 നോമ്പൊന്നും ഒരു പക്ഷേ എടുത്തു വീട്ടാൻ പറ്റൂല എന്ന് ആണെങ്കിൽ അവൾക്ക് ഫിദിയ കൊടുത്താൽ മതി. അതേപോലെ തന്നെയാണ് ഇതേ കാര്യം തന്നെയാണ് ഈ ക്രോണിക് ആയിട്ടുള്ള രോഗികൾ, അതായത് മാറാൻ സാധ്യതയില്ലാത്ത രോഗമുള്ള ആളുകൾ, പ്രായമുള്ളവരാണെങ്കിലും അല്ലാണ്ടും പ്രായത്തിന്റെ പേരിലുള്ള മാറാൻ സാധ്യതയില്ലാത്ത രോഗവും ഇനി അല്ലാത്ത രോഗങ്ങൾ, ഇത് എന്തായാലും ചാൻസ് ഇല്ല, മരണം വരെ എന്റെ കൂടെ ഈ രോഗം ഉണ്ടാവും, അങ്ങനെയുള്ളവർക്കും ഏകദേശം അറിയാം എനിക്ക് എടുക്കാൻ പറ്റൂല, അവർക്കും ഫിദിയ കൊടുത്താൽ മതി. ഓക്കെ, കാരണം മരണം എന്ന് പറയുന്നത് ഇപ്പൊ അവരിനി എടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാലും നമുക്കറിയില്ല അല്ലെ മരണത്തിന്റെ കാര്യം. അപ്പം ഫിദിയ കൊടുക്കൽ അങ്ങനെയുള്ളവരുടെ കാര്യത്തിൽ അത് നിർബന്ധമാണ്. അത് അവർ പിന്നീട് ഡിലേ ആക്കണ്ട. അതായത് എനിക്ക് എന്തായാലും എടുക്കാൻ പറ്റൂല എന്നുള്ളവര് ഫിദിയ കൊടുക്കാൻ വേണ്ടി പിന്നെ അടുത്ത കൊല്ലത്തേക്ക് കാത്തു നിൽക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പം നമ്മൾ ചുരുക്കി പറഞ്ഞത് നമ്മൾ നോമ്പ് മിസ്സായതിന്റെ പേരിൽ ഫിദിയ അല്ല, നമ്മളത് മേക്കപ്പ് ചെയ്യണം അടുത്ത റമദാനിന്റെ ഉള്ളിൽ. പക്ഷെ അടുത്ത റമദാനിനുള്ളിൽ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതും വാലിഡ് റീസൺസ് ആണെങ്കിലേ ഉള്ളൂ കേട്ടോ. അതായത് അടുത്ത റമദാനിനുള്ളിൽ ഒരു ആ നോമ്പുകൾ എടുത്തു വീട്ടാതിരിക്കാൻ മാത്രം വാലിഡ് ആയിട്ടുള്ള ആരോഗ്യസ്ഥിതി കാരണോ വേറെ എന്തെങ്കിലും പ്രയാസങ്ങൾ കാരണോ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിലാണ് ഈ ഫിദിയയുടെ കാര്യം. പറ്റിയിട്ടും മനഃപൂർവ്വം ചെയ്യാത്തതാണെങ്കിൽ അതൊരു തിന്മ തന്നെയാണ്, അതൊരു തെറ്റാണ്, അതിന് തൗബ ചെയ്ത് മടങ്ങല് നിർബന്ധമാണ്. ഓക്കെ, മനഃപൂർവ്വം എടുക്കാതിരിക്കുന്നതാണെങ്കിൽ അടുത്ത റമദാന്റെ ഉള്ളിൽ തീരെ ശ്രമിക്കാണ്ട്, കാരണം 11 മാസം ബാക്കി ഉണ്ടല്ലോ അല്ലെ, അങ്ങനെയാണെങ്കിൽ അതൊരു വലിയ തിന്മയാണ്, തൗബ ചെയ്ത് മടങ്ങേണ്ട കാര്യമാണ്. ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ അടുത്ത റമദാനിലേക്ക് എത്തി അപ്പോഴും പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫിദിയ കൊടുക്കുകയും ചെയ്യാം, എന്നിട്ട് പിന്നീട് ആ എണ്ണം തികയ്ക്കണം. ആരോഗ്യം ഉണ്ടെന്നുള്ള അവസ്ഥയിലാണ്, അത് ഒരു തരത്തിലും പറ്റൂല എന്നുള്ളവർക്ക് ആ ഒരു ഒബ്ലിഗേഷൻ, ആ ഒരു നിർബന്ധം അവരുടെ മേല് ഇല്ല. ഇനി നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ പോലെ കുറേ നോമ്പുകൾ ഉള്ള ആൾക്കാർ കുറേ നോമ്പുകളുണ്ട്, പണ്ടത്തത് ഒക്കെ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഇപ്പം രോഗിയാവുകയും ചെയ്തു, അപ്പം ഇനി എനിക്ക് പറ്റൂല അല്ലെ, അങ്ങനെയൊക്കെയുള്ള കേസിൽ ബേജാറാവേണ്ട, ഫിദിയ കൊടുത്ത് ഒഴിവാക്കിയാൽ മതി. ഇനിയിപ്പോൾ ചിലരുടെ കേസിലുണ്ടാവും ജീവിതത്തിന്റെ ഒരു വലിയ ഭാഗം നോമ്പിന്റെ പ്രാധാന്യത്തെ കുറിച്ച് അറിയാത്ത ആളുകൾ, അതായത് മാസം തന്നെ ഒരു ഫുൾ മന്ത് തന്നെ നോമ്പെടുക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും. പണ്ടൊന്നും നോമ്പെടുക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവും അല്ലെ, വലിയ എമൗണ്ട് ആയിട്ടുണ്ടാവും നോമ്പ്, 100-200 ഒതുങ്ങാത്ത അത്രയും ആയിട്ടുണ്ടാവും. അപ്പം അവര് അള്ളാഹ് ഇതൊക്കെ എടുത്തു വീട്ടണല്ലോ എന്ന് ആലോചിക്കേണ്ട, അവര് ഫിദിയ കൊടുക്കുക. എന്നാലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു സ്ട്രോങ് ബോഡി തന്നിട്ടുണ്ട്, നമ്മളെ കൊണ്ട് പറ്റും എന്നുണ്ടെങ്കിൽ എടുത്തോളാം, നിയത്ത് വെക്കുക, എടുക്കുക കഴിയുന്നിടത്തോളം. സുബ്ഹാനല്ലാഹ്, കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, അൻ തസൂമു ഖൈറുൻ ലക്കും, നിങ്ങൾ നോമ്പ് എടുക്കുകയാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഉത്തമം, പറ്റുമെങ്കിൽ എടുക്കുക. കാരണം ഫിദിയ എന്ന് പറയുന്നത് അതൊരു ചാരിറ്റിയിലേക്കാണ് പോകണത് അല്ലെ, പക്ഷെ നോമ്പിന്റെ പ്രതിഫലം കിട്ടണമെങ്കിൽ അത് നോമ്പ് എടുത്തിട്ട് തന്നെ വേണം. നമ്മൾ ഈ ഫിദിയ കൊടുക്കുമ്പോൾ ശരിക്കും എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പം ഫർള് ആയ കാര്യങ്ങളുടെ കാര്യത്തിൽ നമുക്ക് 2 രീതിയിൽ, നമ്മൾ കഴിഞ്ഞ ദിവസം നമസ്കാരത്തിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതേ ക്ലാസ്സിലാണെന്ന് തോന്നുന്നു. അത് നമ്മുടെ ഫർള് നമസ്കാരം എന്ന് പറയുന്നത്, ഒന്ന് ഫർള് നമ്മുടെ മേലെ ബാധ്യതയാണ്, അത് നമ്മൾ നമസ്കരിക്കുമ്പോൾ ആ ബാധ്യതയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുകയാണ്. 2 ഫർള് നമസ്കാരത്തിലൂടെ നമുക്ക് പ്രതിഫലമുണ്ട്. ഓക്കെ, പ്രതിഫലം കിട്ടണമെങ്കിൽ എന്താക്കണം, നമ്മളത് പ്രതിഫലം കിട്ടുന്ന രീതിയിൽ തന്നെ നമസ്കരിക്കണം. അതുപോലെ തന്നെയാണ് നോമ്പിന്റെ കാര്യം. നോമ്പ് എടുക്കുമ്പോൾ നമുക്ക് പ്രതിഫലമാണ്, അത് നോമ്പിന്റെ ബാധ്യതയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം. അപ്പം ഈ നോമ്പ് എടുക്കാൻ പറ്റാണ്ടാവുമ്പോൾ ഫിദിയ കൊടുക്കുമ്പോൾ നമ്മൾ ആ ബാധ്യതയിൽ നിന്ന് രക്ഷപ്പെടുന്നുള്ളൂ, അവിടെ നമുക്ക് പ്രതിഫലം അപ്പോഴും നമുക്ക് അതിന് കിട്ടുന്നില്ല അല്ലെ. അപ്പൊ നമുക്ക് ഏതെങ്കിലും രീതിയിൽ നമുക്ക് മിസ്സായ നോമ്പുകൾ മേക്കപ്പ് ചെയ്യാൻ പറ്റും. നമ്മൾ കുറെ എണ്ണം ഉണ്ടെങ്കിലും ഓക്കെ, ഞാൻ ഇത്രയും എടുക്കാൻ വിചാരിക്കുകയാണ്, എന്നിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന ദിവസങ്ങളിലൊക്കെ എടുക്കുകയാണ്, ഓക്കെ, അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ പറ്റുന്ന അത്രയും എടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ അതെന്നെ ആലോചിച്ചിട്ട് ബേജാറായിട്ട് ആക്കണ്ട. ഓക്കെ, ഭയങ്കര എനിക്ക് എടുക്കാൻ പറ്റിയില്ലല്ലോ, ആ കുറ്റബോധം കൊണ്ട് ബാക്കിയുള്ള അമലുകളും കൂടെ ഇല്ലാതാക്കണ്ട, ആ ഒരു കുറ്റബോധം കൊണ്ട് ജീവിച്ചിട്ട് ജീവിതമേ ഇല്ലാതാക്കണ്ട. അതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഫിദിയ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. എപ്പോഴും എന്നെ കൊണ്ട് കഴിയുന്നതിന്റെ ബെസ്റ്റ് എന്നുള്ള കാര്യം മനസ്സിൽ വെക്കാം. ഇനി മരിച്ചു പോണവരുടെ കാര്യം, ഓക്കെ, കുറച്ച് നോമ്പ് ബാക്കി വെച്ചിട്ട് മരിച്ചു പോയവരുടെ അല്ലെങ്കിൽ മരിച്ചു പോണവരുടെ കാര്യം, അതും നമ്മൾ ചെറിയ തോതിൽ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പം ഒരാള് രോഗിയായി, ഓക്കെ, ഈ രോഗം അയാൾക്ക് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ക്യൂർ ആവും അല്ലെങ്കിൽ രോഗം സുഖപ്പെടുന്ന ഒരു പ്രതീക്ഷയേ ഇല്ല. അങ്ങനെയുള്ള രോഗങ്ങൾ ഉണ്ടല്ലോ അല്ലെ, സുഖപ്പെടാനുള്ള സാധ്യതയേ ഇല്ല. അങ്ങനെയുള്ള ആളുകൾക്ക് അവർക്ക് അത് എടുത്തു വീട്ടണ്ട, പകരം അവര് ഒരു നോമ്പിന് ഒരാൾക്കുള്ള ഭക്ഷണം വെച്ചിട്ട് കൊടുക്കുക.
അത് അയാളുടെ ജീവിതകാലത്ത് തന്നെ കൊടുക്കുകയാണെങ്കിൽ ഹയർ. ബോധമുള്ള രോഗമൊക്കെ ആണെങ്കിൽ അയാളുടെ ജീവിതകാലം തന്നെ കൊടുക്കുകയാണെങ്കിൽ ഹയർ. അത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാളുടെ അവകാശികൾ ഇതുപോലെ അയാൾക്ക് മിസ്സായ നോമ്പിന്റെ എണ്ണം, അപ്പൊ നമ്മൾ മക്കളൊക്കെ ആണെങ്കിൽ ശരിക്കും കണക്ക് വെക്കണം. മിസ്സായ നോമ്പിന്റെ എണ്ണം വെച്ചിട്ട് അപ്പൊ തന്നെ കൊടുക്കാൻ പറ്റുമെങ്കിൽ അപ്പൊ തന്നെ കൊടുക്കാം, അല്ലെങ്കിൽ അവർ മരിച്ചു കഴിഞ്ഞാലും നമ്മൾ മക്കള് അത് കൊടുക്കണം. ഇനി ഒരാള് രോഗിയാണ്, രോഗത്തിന്റെ പേരിൽ അയാൾക്ക് കുറച്ച് നോമ്പ് മിസ്സായി, അയാൾക്ക് രോഗം മാറിക്കഴിയുന്നുള്ള പ്രതീക്ഷയുണ്ട്. നേരത്തെ കാര്യം പ്രതീക്ഷയില്ലാത്ത കാര്യമാണ്, പ്രതീക്ഷയുണ്ട്. അയാൾ ഓക്കെ അടുത്ത റമദാനുള്ളിൽ ചെയ്യാന്ന് വിചാരിച്ചു, എന്താണ് ചെയ്യാന്ന് വിചാരിച്ചു. പക്ഷേ അയാൾക്ക് ഓക്കെ രോഗമുണ്ട്, അത് മാറുന്ന പ്രതീക്ഷയുള്ള രോഗമാണ്, അയാൾക്ക് എടുക്കാൻ പറ്റുന്നുള്ള പ്രതീക്ഷയുണ്ട്. പക്ഷേ അയാള് വീണ്ടും, അതായത് അടുത്ത റമദാനുള്ളിലും അയാൾ അയാളുടെ രോഗം അയാളെ വിടാതെ പിന്തുടർന്നു, അല്ലെങ്കിൽ വേറെ രോഗങ്ങളായിട്ട് അയാൾക്ക് വന്നു. അതായത് ഈ ഒരു റമദാനിൽ ഒരു 5 എണ്ണം അയാൾ രോഗം കാരണം എടുക്കാണ്ടിരുന്നു, അല്ലെങ്കിൽ ഒരു ഫുൾ മന്ത് രോഗം കാരണം എടുക്കാണ്ടിരുന്നു. പക്ഷെ അയാൾക്കറിയാം ഈ രോഗം മാറിയാൽ ഞാൻ എടുക്കും, അടുത്ത റമദാനുള്ളിൽ ഞാൻ എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. പക്ഷേ ഈ ഒരു കൊല്ലം മുഴുവനും അയാൾക്ക് രോഗം കാരണം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ കാരണം അയാൾക്ക് എടുക്കാൻ പറ്റിയില്ല. അയാൾക്ക് ആ നോമ്പ് എടുത്ത് വീട്ടേണ്ട ആവശ്യമില്ല, അയാൾക്ക് ഫിദ്യ കൊടുക്കേണ്ട ആവശ്യമില്ല. അതേപോലെ അയാളുടെ അവകാശികൾക്കും അതിന്റെ ആവശ്യമില്ല, കാരണം അത് അയാളുടെ മേല് ബാധ്യതയില്ല. ചെറിയ വ്യത്യാസമാണ്, ശരിക്കും മനസ്സിലാക്കണം. ആദ്യത്തേത് രോഗം വന്നു, പ്രതീക്ഷയില്ല, അങ്ങനെയുള്ള ആൾക്കാർക്ക് നോമ്പെടുക്കുന്നതിന്റെ ബാധ്യതയെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട, അപ്പൊ തന്നെ അവർ ഫിദ്യ കൊടുക്കുക. 2, രോഗം വന്നു, മാറുന്നുള്ള പ്രതീക്ഷയുണ്ട്, പക്ഷേ അടുത്ത റമദാന് മുമ്പ് അയാൾ മരിച്ചു പോവുകയാണെന്ന് വെക്കുക. പക്ഷെ വീണ്ടും ഈ പറഞ്ഞ പോലെ പല പ്രശ്നങ്ങളും രോഗങ്ങളും കാരണം അയാൾക്ക് എടുക്കാൻ പറ്റിയില്ല. ഓക്കെ, പറ്റാഞ്ഞിട്ട് അതായത് രോഗം കാരണം അയാൾക്ക് നോമ്പെടുക്കുന്ന സാഹചര്യം ആയിരുന്നില്ല, അങ്ങനെ അയാൾ മരിക്കുകയാണെങ്കിൽ അയാൾക്ക് എന്താണ് നോമ്പെടുക്കുകയും വേണ്ട, ഫിദ്യ കൊടുക്കുകയും വേണ്ട. ഇനി അടുത്ത ഒരു കണ്ടീഷൻ, ഇതേപോലെ രോഗം വന്നു, പ്രതീക്ഷയുണ്ട് നോമ്പെടുക്കാൻ പറ്റും, രോഗം മാറുന്ന പ്രതീക്ഷയുണ്ട്, രോഗം മാറുകയും ചെയ്തു, പക്ഷേ എടുത്തില്ല. ഓക്കെ, രോഗം മാറി പക്ഷെ എടുത്തില്ല എന്ന് പറയുമ്പോൾ ചിലപ്പോൾ വേറെ എന്തെങ്കിലും കാരണങ്ങളാവാം. എടുക്കാന്ന് വിചാരിച്ചു പക്ഷെ എടുക്കാതെ മരിച്ചു. ഇപ്പം റംസാൻ കഴിഞ്ഞു, ഷവാൽ, ദുൽഖഅദ, ദുൽഹിജ്ജ ആ ഒരു സമയം ആകുമ്പോഴേക്ക് റംസാനിലെ രോഗം അയാൾക്ക് മാറി, പക്ഷെ ദുൽഹിജ്ജ ആകുമ്പോഴേക്കും അയാൾ മരിച്ചുപോയി. അടുത്ത റംസാൻ ആകുമ്പോഴേക്കും എടുക്കാൻ അയാൾക്ക് പറ്റുന്ന സാഹചര്യമാണ്, അസുഖങ്ങളൊന്നുമില്ല, ബാക്കിയുണ്ട്. അയാളുടെ കാര്യത്തില് ഈ അനന്തരാവകാശികൾ അയാൾക്ക് വേണ്ടി എണ്ണം എടുത്തിട്ട് നോമ്പെടുക്കണം. നോമ്പെടുക്കലാണ് മുസ്തഹബ്, അതായത് മക്കള് ആ നോമ്പെടുക്കലാണ് മുസ്തഹബ്. ഇനി നോമ്പെടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അത് നോമ്പെടുക്കലാണ് ഉത്തമം, ഇനി എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഫിദിയ നിർബന്ധമായിട്ടും കൊടുക്കണം. മനസ്സിലായി? കാരണം ഇയാൾ ഫിദിയ കൊടുത്തിട്ടുണ്ടാവില്ലല്ലോ, ഇയാൾ എടുക്കാന്നുള്ള പ്രതീക്ഷയിലല്ലേ നിൽക്കുന്നത്. അപ്പൊ 3 കേസസ് ആണ് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്ന ഹദീസിൽ, ആർക്കെങ്കിലും നോമ്പ് കടമുണ്ടെങ്കിൽ അവന്റെ അനന്തരാവകാശികൾ എടുക്കണം എന്ന് പറഞ്ഞതിനെ ഈ ഒരു രീതിയിലാണ് മനസ്സിലാക്കേണ്ടതെന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ച് വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം 3 കേസസ് നമ്മൾ പറഞ്ഞു, ആ 3 കേസും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അള്ളാഹു അലം, അള്ളാഹു ഏറ്റവും ഹൈറായ ഇൽമ തന്നെ നമ്മളിലേക്ക് എത്തിക്കട്ടെ. അള്ളാഹുവിന്റെ ദീനിനെ മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കാനും ഉൾക്കൊള്ളേണ്ട രീതിയിൽ ഉൾക്കൊള്ളാനും പ്രവർത്തിക്കേണ്ട രീതിയിൽ പ്രവർത്തിക്കാനുമുള്ള തൗഫീഖ്, റബ്ബിന്റെ സഹായം നമുക്ക് എല്ലാവർക്കും, നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ മക്കൾക്കും വരും തലമുറകൾക്കും ഉണ്ടാവട്ടെ. ആമീൻ. اللهم إني عبدك ابن عبدك ابن أمتك ناصيتي بيدك ماض في حكمك عضل في قضاءك أسألك بكل اسم هو لك سميت به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. اللهم اغفر للمسلمين والمسلمات والمؤمنين والمؤمنات الأحياء منهم والأموات. ربنا واجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما.
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.